സർവസംശയഛേദാരം സച്ചിദാനന്ദവിഗ്രഹം സദാ സുസ്മേരവദനം ബാലകൃഷ്ണം നമാമ്യഹം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണം പദ്മഭുവം വസിഷ്ഠം ശക്തിം ച തത്പുത്രപരാശരം ച വ്യാസം ശുകം ഗൗഡപദം മഹാന്തം ഗോവിന്ദയോഗീന്ദ്രമഥാസ്യ ശിഷ്യം ശ്രീശങ്കരാചാര്യമഥാസ്യ പദ്മപാദം ച ഹസ്താമലകം ച ശിഷ്യം തം തോടകം വാർത്തികകാരമന്യാൻ അസ്മദ്ഗുരൂൻ സന്തതമാനതോസ്മി. എല്ലാവർക്കും എൻ്റെ പ്രണാമം. നമ്മൾ ഇന്നലെ വായിച്ച പദ്യം ചൊല്ലുന്ന വേളയിൽ ഒരു പദ്യം ഞാൻ ചൊല്ലാൻ മറന്നുപോയി. അതായത് ഉപനിഷത്തിലുള്ള ഒരു ശ്ലോകം, ഒരു മന്ത്രം, അത് പിന്നീടാണ് ഓർമ്മ വന്നത്. അതുകൂടെ നമുക്ക് പറഞ്ഞിട്ട് അടുത്ത പദ്യത്തിലേക്ക് കിടക്കാം. ശ്വേതാശ്വതരോപനിഷത്തിലുള്ള വളരെ വിശേഷപ്പെട്ട ഒരു ശ്ലോകമാണ്. യഥാ ചർമ്മവദാകാശം വേഷ്ടയിഷ്യന്തി മാനവാഹ തഥാ ദേവമവിജ്ഞായ ദുഃഖസ്യാന്തോ ഭവിഷ്യതി. ആത്മജ്ഞാനം കൂടാതെ ദുഃഖത്തിൽ നിന്ന് കരകയറാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ടാണ്, അല്ലെങ്കിൽ ആ ചോദ്യത്തിനുള്ള മറുപടി എന്ന വണ്ണമാണ് ഈ മന്ത്രം ഋഷിയാൽ രചിക്കപ്പെട്ടിട്ടുള്ളത്. ആത്മജ്ഞാനം അല്ലാതെ ഇവിടെ ദുഃഖമോചനത്തിന് അനേകം മാർഗങ്ങളുണ്ടല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് ഈ ആത്മജ്ഞാനം കൊണ്ട് മാത്രമാണ് പൂർണ്ണ ദുഃഖമോചനം എന്ന് എന്തുകൊണ്ട് പറയുന്നു എന്ന് ചോദിച്ചാൽ അതങ്ങനെയാണ് എന്നാണ്. മിഥ്യയാണ് മനുഷ്യനെ ദുഃഖിപ്പിക്കുന്നത്, സത്യമാണ് മനുഷ്യനെ രസിപ്പിക്കുകയും സുഖിപ്പിക്കുകയും ചെയ്യുന്നത്. പിന്നെ ഈ വിഷയങ്ങൾ നമ്മെ ആനന്ദിപ്പിക്കുന്നത് പോലെയൊക്കെ തോന്നുന്നുവെങ്കിലും അതൊന്നും യഥാർത്ഥ സുഖമല്ല. അപ്പൊ ആ മന്ത്രത്തിൽ എന്താണ് പറയുന്നതെന്ന് ചോദിച്ചാൽ, യഥാ ചർമ്മവദാകാശം വേഷ്ടയിഷ്യന്തി മാനവാഹ എന്നാണോ ഈ മനുഷ്യർ ആകാശത്തെ ഒരു പായ പോലെ, അല്ലെങ്കിൽ തോൽപ്പായ പോലെ, അല്ലെങ്കിൽ പനമ്പായ പോലെ, പനയുടെ ഓല കൊണ്ടുണ്ടാക്കിയ പായ പോലെ ആകാശത്തെ എന്നാണോ ചുരുട്ടി വെക്കുന്നത്, അന്ന് തഥാ ദേവമവിജ്ഞായ ഈ പരമാത്മാവിനെ സാക്ഷാത്കരിക്കാതെ തന്നെ മനുഷ്യർ ദുഃഖമോചനം നേടും എന്നാണ്. ആകാശത്തെ പായ പോലെ എന്നാ മനുഷ്യനെ ചുരുട്ടി വെക്കാൻ പറ്റുന്നത്, അതുപോലെ ആത്മജ്ഞാനം കൂടാതെ പൂർണ്ണമായ ദുഃഖമോചനം സാധ്യമല്ല എന്നാണ് ആ മന്ത്രം പറയുന്നത്. ഈ ദേവനെ അറിയാതെ തഥാ ദേവമവിജ്ഞായ, ഈ സർവേശ്വരനെ പരമാത്മാവിനെ അറിയാതെ, അദ്ദേഹത്തെക്കുറിച്ചുള്ള വേണ്ടവണ്ണമുള്ള ജ്ഞാനം നേടാതെ ദുഃഖസ്യ അന്തോ ഭവിഷ്യതി, ദുഃഖത്തിന് അന്തമുണ്ടാകും, അവസാനമുണ്ടാകും. അപ്പൊ ആ പരമാത്മജ്ഞാനം കൂടാതെ ദുഃഖമോചനം നേടണമെങ്കിൽ അതിനു മുമ്പ് മനുഷ്യൻ മറ്റൊന്നുകൂടെ സാധിക്കണം. ഈ ആകാശത്തെ പായ പോലെ ചുരുട്ടി വെക്കണം. എന്ന് അത് സാധ്യമാകുന്നോ അന്ന് ആത്മജ്ഞാനം കൂടാതെ ദുഃഖമോചനവും സാധ്യമാവും. എന്ന് പറഞ്ഞാൽ ഈ രണ്ടും സാധ്യമല്ല എന്നർത്ഥം. ആത്മജ്ഞാനത്തിലൂടെ മാത്രമാണ് പൂർണ്ണമായ ദുഃഖവിമുക്തി. നമുക്ക് ഇന്നലെ വായിച്ചതിൻ്റെ അടുത്ത പദ്യം വായിക്കാം. ശാക്കിരത്തെ കേവലത്തെ ശാർന്തുവിട തത്വത്തെ നൂക്കി ഒഴിപ്പാർ പോൽ നുഴൈവതയും നീക്കിയേ കണ്ണാടി പാർത്ത കുരങ്കറിവായി കാൺപതയും എണ്ണാർ അവത്തെ അറിയിൽ. ശാക്കിരത്തെ എന്ന് പറഞ്ഞാൽ ജാഗ്രത്തിൽ. പല തമിഴ് വാക്കുകളും സംസ്കൃത വാക്കിനെ ചുരുക്കി അതിനെ തമിഴാക്കി മാറ്റിയതാണ്. ദുഷ്ടം തുട്ടം, ആസനം ആതനം, സുഷുപ്തി ശുഴുത്തി. അപ്പൊ ഈ ഗ്രന്ഥ രചയിതാവ് നല്ല സംസ്കൃത പണ്ഡിതനാവണം, അല്ലാതെ ഈ സംസ്കൃത പദങ്ങളെ തമിഴിലാക്കാൻ പറ്റില്ല. ആ വാക്കുകളും ആ വാക്കുകളുടെ അർത്ഥവും നല്ലതുപോലെ അറിയാമായിരുന്നിരിക്കണം. അല്ലെങ്കിൽ അതിന് സമാനമായി അതിനെ ചെറിയ മാറ്റങ്ങളോടുകൂടി ഈ തമിഴില് പ്രയോഗിക്കാൻ പറ്റില്ല. ശാക്കിരത്തെ കേവലത്തെ ശാർന്തുവിട, ജാഗ്രത അവസ്ഥയിൽ തന്നെ എല്ലാ തത്വങ്ങളെയും അതിക്രമിച്ചു നിൽക്കുന്ന കേവലത്തിൽ ഒടുങ്ങുവാൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിൽ ലയിക്കാൻ. ജാഗ്രത്തിൽ തന്നെ ലയിക്കണം എന്ന് പറഞ്ഞാൽ ഉണർവിലുള്ള മനോലയമാണ്. ഈ മനസ്സ് ലയിക്കുന്നത് പലതരത്തിലാവാം. സുഷുപ്തിയിലും മനസ്സ് ലയിക്കുന്നുണ്ട്.
മോഹാലസ്യത്തിലും മനസ്സ് ലയിക്കുന്നുണ്ട്. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുമ്പോഴും, കഞ്ചാവ്, ചരസ്, ബ്രൗൺ ഷുഗർ ഇതൊക്കെ ഉപയോഗിക്കുമ്പോഴും ചിത്തവൃത്തികൾ കുറെയൊക്കെ അടങ്ങും. അപ്പോൾ ഒരു ആനന്ദകരമായ ഒരു നില ഉള്ളിലിങ്ങനെ തെളിയും. പലരും അതാണ് ആത്മസാക്ഷാത്കാരം എന്ന് വിചാരിച്ച് ഇഷ്ടം പോലെ പുകച്ചു തള്ളുന്നവരുണ്ട്. എത്ര അധപ്പതിച്ചിരിക്കുന്നു നോക്കൂ നമ്മുടെ മനുഷ്യ വർഗം. പല നാഗസന്യാസിമാരും ഈ കഞ്ചാവും ചരസും ഇതൊക്കെ അടിച്ചാണ് നടക്കുന്നത്. എന്നിട്ട് ഈ ആത്മാവ്, ബ്രഹ്മം, ആത്മജ്ഞാനം ഇതൊക്കെ പറയുന്നുണ്ട്. കൂരിരുട്ടിലാണ് ജനങ്ങൾ കഴിയുന്നത്. അപ്പൊ ഇവിടെ ജാഗ്രത്തെ എന്ന് പറഞ്ഞാൽ ജാഗ്രത്തിൽ തന്നെ കേവലത്തെ ശാർന്ത് വിടാൻ, കേവലമായ ബ്രഹ്മത്തിൽ ലയിക്കാൻ, ആ ബ്രഹ്മവുമായി താതാത്മ്യം പ്രാപിക്കാൻ തത്വത്തെ നൂക്കി ഒഴിപ്പാർ പോൽ ജ്ഞാനി എന്താ ചെയ്യുന്നത്? ഈ ബ്രഹ്മത്തിൽ തന്മയത്വം പ്രാപിക്കാൻ തത്വങ്ങളെ നൂക്കി ഒഴിപ്പാർ പോൽ. നൂക്കി ഒഴിപ്പാർ എന്ന് പറഞ്ഞാൽ നിഷേധിച്ച് ഒതുക്കി എന്ന് പറഞ്ഞാൽ തള്ളിക്കളഞ്ഞ് നശിപ്പിക്കുന്നു. ജ്ഞാനിയുടെ പ്രപഞ്ചനാശം, പ്രപഞ്ചം മുമ്പിൽ കാണുമ്പോൾ തന്നെ അദ്ദേഹം നേടുന്നതാണ്. മുമ്പിൽ ഇന്ദ്രിയങ്ങളുടെയും മനസ്സിന്റെയും മുമ്പിൽ പ്രപഞ്ചാനുഭവം ഉണ്ട്. പക്ഷേ ജ്ഞാനി ആ പ്രപഞ്ചത്തെ ഉള്ളുകൊണ്ട് കത്തിച്ചു കളഞ്ഞിരിക്കുന്നു എന്നാണ്. ഇതെങ്ങനെയെന്നാണ്? ഇത് എന്ത് ജാലവിദ്യയാണ്? ഇതെന്ത് മന്ത്രവാദമാണ്? എന്ത് മറിമായമാണിത് എന്ന് ചോദിച്ചാൽ, ഇന്ദ്രിയങ്ങളും വിഷയങ്ങളും കാണിച്ചു തരുന്ന, ഇന്ദ്രിയങ്ങളും മനസ്സും കാണിച്ചു തരുന്ന സകല ദൃശ്യങ്ങളെയും മിഥ്യ എന്ന് പറഞ്ഞ് തള്ളിക്കളയും. അതാണ് പ്രപഞ്ചത്തെ കത്തിക്കൽ എന്ന് പറയുന്നത്. ചാമ്പലാക്കുക എന്ന് പറഞ്ഞാൽ അതാണ് ജ്ഞാനി ചെയ്യുന്നത്. തത്വത്തെ നൂക്കി എന്ന് പറഞ്ഞാൽ നല്ലപോലെ വിശകലനം ചെയ്ത് നേതി ഇതല്ല, ഇതും ആത്മാവല്ല, ഇതും ആത്മാവല്ല എന്ന് പറഞ്ഞ് സ്ഥൂലങ്ങളും സൂക്ഷ്മങ്ങളുമായ സർവദൃശ്യങ്ങളെയും ബുദ്ധി കൊണ്ട് അദ്ദേഹം നീക്കിക്കളഞ്ഞിട്ടാണ് ആത്മാവിനെ കണ്ടെത്തുന്നത്. നൂക്കി ഒഴിപ്പാർ പോൽ ജ്ഞാനികളുടെയാണ് ഈ മാർഗം. ഇതുപോലെ ഈ യോഗിമാരെന്ത് ചെയ്യുന്നു? യോഗ സാധനകളും മറ്റും അനുഷ്ഠിച്ച് അവർ ഈ ജ്ഞാനികളെ പോലെ വേഷം കെട്ടുന്നു എന്നാണ്. അവർക്ക് ശരിക്കും പ്രപഞ്ചത്തിന്റെ മിഥ്യാത്വം ബുദ്ധി കൊണ്ട് ചിന്തിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. അവർ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളും ഒക്കെ ചെയ്ത്, എന്നാൽ ഈ ജ്ഞാനികൾ പറയുന്നത് പോലെ പറയുകയും അവരുടെ സിദ്ധാന്തത്തെ അനുവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നു. പക്ഷെ ഉള്ളിൽ ഈ പ്രപഞ്ചം മിഥ്യയാണ്, ആത്മാവ് മാത്രമേ സത്യമായിട്ടുള്ളൂ, ഈ അഹങ്കാരം ആ ആത്മാവിലെ വെറും ഭ്രമമാണ് എന്നുള്ള കാര്യം മനസ്സിലായിട്ടേ ഇല്ല. അപ്പോൾ ഒക്കെ കപടവേഷക്കാരാണ്. അവർ തത്വത്തെ വേണ്ടവണ്ണം, തത്വം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ച തത്വം, മായയുടെ ഉള്ളിലുള്ള പഞ്ചഭൂതങ്ങൾ തുടങ്ങിയ തത്വങ്ങളെ, അഹങ്കാരം ഉൾപ്പെടെയുള്ള ഒന്നിനെയും ഇല്ലാത്തതാണെന്ന് അവർക്ക് ബോധ്യമായിട്ടില്ല. നുഴൈവതയും നീക്കിയേ എന്ന് പറഞ്ഞാൽ പലതരം തത്വങ്ങൾ അവർക്ക്, നാദം, ബിന്ദു തുടങ്ങിയ തത്വങ്ങളൊക്കെ ഉണ്ട്. സ്ഥൂലവും സൂക്ഷ്മവുമായ തത്വങ്ങൾ 36 തത്വങ്ങളാണ് ശൈവ സിദ്ധാന്തത്തിലുള്ളത്. ആ ഓരോ തത്വങ്ങളെയും പ്രത്യേകം മനസ്സിലാക്കി ആ തത്വങ്ങളെയൊക്കെ ഇല്ലാതെ ആക്കിയവരെ പോലെ ഭാവിക്കുന്നു. പക്ഷെ അവർക്ക് അവയുടെ ഒന്നും മിഥ്യാത്വം പിടികിട്ടിയിട്ടില്ല. തത്വങ്ങളിൽ പ്രവേശിച്ച് അവയിൽ തന്നെ മറച്ചു വെക്കുന്നു, ഒളിപ്പിച്ചു വെക്കുന്നു. തത്വത്തെ കാണുന്നു, താനല്ലാത്ത പലതിനെയുമാണ് അവർ സമാധി തുടങ്ങിയ അവസ്ഥകളിൽ സാക്ഷാത്കരിക്കുന്നത്. അവിടെയൊക്കെ ഈ ജ്ഞാനിനെ തത്വങ്ങളുടെ ഉള്ളിൽ അവർ ഒളിപ്പിച്ചു വെക്കുന്നു, അല്ലെങ്കിൽ ഈ അഹംബോധത്തെ അവർ മറച്ചു കളയുന്നു. ഈ അഹംബോധത്തെ സാക്ഷാത്കരിക്കാൻ അതിന് തത്വങ്ങളുടെ ഇടയ്ക്ക് മൂടി വെച്ചാൽ എങ്ങനെയാ കഴിയുക? അതങ്ങോട്ട് മറമാറി പുറത്തു വരണം. ഈ ഞാനെന്നുള്ളത് എവിടെയെങ്കിലും ഒളിച്ചു കിടക്കുകയോ ലയിച്ചു കിടക്കുകയോ ചെയ്താൽ അതിന്റെ രഹസ്യം പിടികിട്ടില്ല. അവൻ പുറത്തോട്ട് വരട്ടെ, ഈ ഞാനെന്നുള്ളത് പുറത്തോട്ട് വരട്ടെ, ദൃശ്യങ്ങളൊക്കെ മാഞ്ഞു പോട്ടെ, ഈ ഞാൻ ലയിക്കാതെ നമ്മുടെ ഉള്ളിലിരിക്കട്ടെ. അപ്പോഴാണ് അതിൻ്റെ ആധാരത്തെക്കുറിച്ചുള്ള അറിവുണ്ടാവും. ഈ ഞാൻ എന്താണ് എന്നുള്ളത് അതിനെ ലയിപ്പിച്ച് കളഞ്ഞത് കൊണ്ട് കിട്ടില്ല, ആ അറിവുണ്ടാവില്ല. അങ്ങനെ ആണെങ്കിൽ, ഉണ്ടാകുമായിരുന്നെങ്കിൽ നമ്മൾ ഉറങ്ങി എഴുന്നേറ്റാൽ ജ്ഞാനികളായിട്ട് എഴുന്നേൽക്കണമായിരുന്നല്ലോ. ഞാനിൻ്റെ നാശം
ഉറക്കത്തിൽ ഞാനില്ല, ഞാനിനെ ലയിപ്പിച്ചു. അപ്പൊ ഉണർന്നെഴുന്നേറ്റ് വരുമ്പോ തത്വജ്ഞാനിയായിട്ട് വേണ്ടേ ഓരോരുത്തരും എണീറ്റ് വരാൻ? അങ്ങനെയല്ലല്ലോ, പരമജ്ഞാനികളായി പണ്ടത്തെ പോലെ തന്നെയാണല്ലോ എണീറ്റ് വരുന്നത്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഞാനിന്റെ നാശമല്ല അവിടെ സംഭവിക്കുന്നത്, ഞാനിന്റെ ലയമാണ്. ലയിക്കുക എന്ന് പറഞ്ഞാൽ തൽക്കാലം മറഞ്ഞു കിടക്കുന്നു, വീണ്ടും തലപൊക്കുന്നു. ചില അസുഖങ്ങളൊക്കെ അങ്ങനെയാണ്. ചികിത്സ ചെയ്യുമ്പോൾ, ചികിത്സ നടത്തുന്ന സമയത്ത് ആ രോഗത്തിന്റെ ലക്ഷണങ്ങളൊന്നും ഇല്ലാതെയാവും. നമ്മൾ വിചാരിക്കും രോഗം വാശിയായി. മരുന്ന് നിർത്തുമ്പോൾ പഴയ ലക്ഷണങ്ങളൊക്കെ പ്രത്യക്ഷപ്പെടും. മിക്കവാറും അസുഖങ്ങൾ ഇപ്പം അങ്ങനെയാണ്. ഈ പാരാസെറ്റമോളോ അതുപോലുള്ള മറ്റ് മരുന്നുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ സപ്രസന്റുകളാണ്. അതൊന്നും രോഗത്തെ ഗുണപ്പെടുത്തുന്നില്ല, വാശിയാക്കുന്നില്ല, മറിച്ച് രോഗലക്ഷണങ്ങളെ അടക്കി നിർത്തുന്നു. ഒന്നിനെ അടക്കി നിർത്തിയത് കൊണ്ട് അത് ഇല്ലാതായി എന്ന് പറയാൻ പറ്റുമോ? അതെങ്ങനെ? പാമ്പാട്ടിയുടെ ആ കൂടയ്ക്കകത്ത് പത്തി താഴ്ത്തി ഇങ്ങനെ ചുരുണ്ട് കിടക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതിന് പത്തി ഉയർത്താനുള്ള കഴിവ് നഷ്ടപ്പെട്ടു എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അതങ്ങനെ പറയാൻ പറ്റും. ആ കൂട മാറ്റിയിട്ട് പതുക്കെ ഒരു ചെറിയ ഈർക്കിലോ കോലോ കൊണ്ട് ഒരു ചെറിയ തട്ട് അതിന്റെ തലയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് അവൻ ഭണം വിടർത്തും. ഇതുപോലെയാണ്. ഞാൻ ഏതാണ്ടൊക്കെ പോയി ലയിച്ചു കഴിഞ്ഞു, സമാധി അവസ്ഥ ശരി തന്നെ. ആ സമാധിയിൽ നിന്ന് താഴോട്ട് ഇറങ്ങുമ്പോ എന്താണ് അവസ്ഥ? ഈ ഞാൻ പഴയതുപോലെ ശക്തമായി അവിടെ തന്നെയുണ്ട്. പിന്നെ എന്ത് അഹങ്കാരനാശമാണ് അങ്ങനെയുള്ള വ്യക്തികൾ നേടുന്നത്? ഒന്നുമില്ല. മനസ്സ് കുറെ ലയിച്ചപ്പോ നല്ല സുഖം തോന്നി. ഈ മനസ്സിന്റെ ലയം തന്നെ സുഖത്തെ ഉണ്ടാക്കുന്നതാണ്. ചിന്തകളുടെ എണ്ണം കൂടുമ്പോൾ സുഖം കുറയും, ചിന്തകളുടെ എണ്ണം കുറയുമ്പോൾ സുഖം കൂടും. ഇതാണ് നിയമം. അതായത് ചിന്തകളുടെ എണ്ണവും സുഖവും വിപരീത അനുപാതത്തിലാണ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒന്ന് കൂടിയാൽ മറ്റേത് കുറയും. സുഖം കൂടിയാൽ ചിന്ത കുറയും, അല്ലെങ്കിൽ ചിന്ത കുറഞ്ഞാൽ സുഖം കൂടും. ചിന്ത കൂടിയാൽ സുഖം കുറയും. രണ്ടും ഒരുപോലെയല്ല കൂടുകയും കുറയുകയും ചെയ്യുന്നത്. അപ്പോൾ മനോലയമല്ല നമുക്ക് വേണ്ടത്, മനോലയത്തെയാണ് സ്വരൂപനാശം. ആ സ്വരൂപനാശം ദിവസേന സുഷുപ്തിയിൽ സംഭവിക്കുന്നുണ്ട്. എന്നിട്ട് എന്തുകൊണ്ട് ആരും ജ്ഞാനികളാകുന്നില്ല എന്ന് ചോദിച്ചാൽ നമുക്ക് വേണ്ടത് സ്വരൂപമായ മനോനാശമല്ല, അരൂപമായ മനോനാശമാണ്. അരൂപമായ മനോനാശം എന്ന് പറഞ്ഞാൽ ആ മനസ്സ് പിന്നെ ഉദിക്കുകയില്ല. ആ അഹങ്കാരം എന്നേക്കുമായി ഒടുങ്ങുകയാണ് ചെയ്യുന്നത്. അത് വീണ്ടും തലപൊക്കുകയില്ല എന്നർത്ഥം. ഇപ്പൊ നുഴൈവതയും നീക്കിയേ ഈ തത്വങ്ങളുടെ ഉള്ളിൽ പ്രവേശിക്കുകയും പിന്നെ അതിൽ നിന്ന് പുറത്തു വരികയും, അതായത് ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുക, അതിനെയും ഈ ജ്ഞാനികൾ ഒഴിവാക്കുന്നു എന്നാണ്. മനസ്സ് ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്ന ഏർപ്പാട് ജ്ഞാനിയുടെ ഉള്ളിൽ ഇല്ല, അജ്ഞാനികളുടെ ഉള്ളിൽ അത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ഉണ്ടാവുകയും ഇല്ലാതാവുകയും ചെയ്യുന്നത്, ഉദിച്ചസ്തമിക്കുന്നത് സത്യമല്ല, മാറ്റമില്ലാത്തത് എന്നും ഒരുപോലെ ഇരിക്കുന്നതാണ്. നുഴൈവതയും നീക്കിയേ കണ്ണാടി പാർത്ത കുരങ്കറിവായി കാൺവതയും എണ്ണാർ. ഒരു കുരങ്ങൻ ഒരു കണ്ണാടി കിട്ടി, തിന്നാനുള്ളതാണെന്ന് വിചാരിച്ചാണ് പാവം അത് എവിടുന്നോ എടുത്തോണ്ട് വന്നത്. എന്നിട്ട് അതിനെ കടിച്ചിട്ട് ഒന്നും പൊട്ടുന്നില്ല, അത് തിന്നാനുള്ള സാധനം അല്ലെന്ന് മനസ്സിലായി. അപ്പോൾ ഈ കണ്ണാടി ഇങ്ങനെ എടുത്ത് നോക്കിയപ്പോൾ ഈ കുരങ്ങന്റെ പ്രതിബിംബം ആ കണ്ണാടിയിൽ കണ്ടു. ഇതാകെപ്പാടെ ഭയന്ന് നിലവിളിച്ച് കണ്ണാടിയെ വലിച്ചെറിഞ്ഞിട്ട് ഒറ്റ ഓട്ടം. അത് വിചാരിച്ചത് കണ്ണാടിക്കകത്ത് വേറൊരു കുരങ്ങനുണ്ടെന്നാണ്. അതുകൊണ്ട് ഈ ജീവികളെ കണ്ണാടി കാണിക്കരുതെന്ന് പറയും. ഒരു ജീവിയെയും കണ്ണാടി കാണിക്കരുത്, അവയ്ക്ക് ഭ്രാന്ത് പിടിക്കും എന്നാണ് പറയുന്നത്. പൂച്ചയുടെ മുമ്പിലോ പട്ടിയുടെ മുമ്പിലോ കണ്ണാടി കൊണ്ടുവന്ന് കാണിക്കരുത്. ഒരു ജീവിയുടെ മുമ്പിലും നമ്മൾ മുഖം നോക്കുന്ന കണ്ണാടി ഇങ്ങനെ കൊണ്ടുവന്ന് കാണിക്കരുത് എന്നാണ് ആരോ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അവയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നതാണ്. ഈ പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഭ്രാന്ത് പിടിക്കുമെന്ന്. പിന്നെ ഇതൊക്കെ മനുഷ്യന്റെ മാത്രം കുത്തകയാണ്. നമുക്ക് ഭ്രാന്ത് പിടിക്കുമെങ്കിൽ നമ്മളെക്കാളും നല്ല ഭംഗിയായിട്ട് അവയ്ക്ക് ഭ്രാന്ത് പിടിക്കും. അപ്പോൾ മൃഗങ്ങളെയോ പക്ഷികളെയോ കണ്ണാടി കാണിക്കരുത് എന്നാണ്. കണ്ണാടി പാർത്ത കുരങ്കറിവായി, ഒരു കണ്ണാടിയിൽ തൻ്റെ പ്രതിബിംബത്തെ കണ്ട് കുരങ്ങനെ ഉണ്ടാകുന്ന അറിവ് പോലെ. എന്താണ് ആ കുരങ്ങനുണ്ടാകുന്ന അറിവ്? കണ്ണാടിയുടെ ഉള്ളിൽ തന്നെ പോലെ മറ്റൊരു യഥാർത്ഥ കുരങ്ങനുണ്ട് എന്ന് അത് തെറ്റിദ്ധരിക്കുന്നു. ഇതുപോലെ മനസ്സിൽ ഉദിക്കുന്ന, മനസ്സിന്റെ തലത്തിൽ ഉദിക്കുന്ന ഓരോ പ്രകാശങ്ങളെയും ശബ്ദങ്ങളെയും, അതൊക്കെയാണ് ഈ മനസ്സിന്റെ ഉള്ളറകളിലേക്ക് പോകുമ്പോൾ ദിവ്യമായ ശബ്ദങ്ങളും പ്രകാശങ്ങളും ഒക്കെ കാണുമെന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ. അതൊക്കെ മനസ്സ് രചിക്കുന്ന ഭ്രമമാണ്. അതിനെയൊക്കെ
ദിവ്യമായ അനുഭൂതിയാണെന്നും ഈശ്വര സാക്ഷാത്കാരമാണെന്നും തെറ്റിദ്ധരിച്ച് ഈ യോഗിമാർ സത്യത്തെ നഷ്ടപ്പെടുത്തുന്നു എന്നാണ്. അതാണ് സത്യമെന്ന് അവർ വിചാരിക്കുന്നു. കണ്ണാടി പാർത്ത കുരങ്കറിവായി കാൺപതയും എണ്ണാർ. ഈ ജ്ഞാനികൾ എന്താ ചെയ്യുന്നത്? അവർ ദൃശ്യത്തെ തന്നെ തുടച്ചു നീക്കുന്നവരാണ്. എങ്ങനെ തുടച്ചു നീക്കുന്നു? മിഥ്യ എന്നുള്ള അറിവ് കൊണ്ട് തുടച്ചു നീക്കുന്നു. യോഗിമാർ ആസന പ്രാണായാമാദികളിലൂടെ മനസ്സിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു. ജ്ഞാനികൾ വിചാരത്തിലൂടെ അതേ മനോനാശം നേടാൻ ശ്രമിക്കുന്നു. ഇതേ ഉള്ളൂ വ്യത്യാസം. രണ്ടുപേര് രണ്ട് മാർഗങ്ങളെ അവലംബിക്കുന്നു, അത്രയേ ഉള്ളൂ. അതില് അപകട സാധ്യതയുള്ളത് യോഗിമാരുടെ മാർഗത്തിലാണ്. വിചാര മാർഗത്തിൽ അപകട സാധ്യതയില്ല. കാരണം ഉപനിഷത്തിനെയാണ് അവര് പ്രമാണമാക്കി മുമ്പോട്ട് പോകുന്നത്. അതെന്താ പറയുന്നത്? ബ്രഹ്മസത്യം ജഗൻ മിഥ്യ. അതിൽ ഒരു ശ്രദ്ധയും ഭക്തിയും വിശ്വാസവും ഒക്കെ ഉണ്ടായി കാണുന്നതിനെയെല്ലാം ഇത് മിഥ്യയാണ്, ഇതിൻ്റെയൊക്കെ അധിഷ്ഠാനം മാത്രമാണ് സത്യം എന്ന് വിചാരം ചെയ്തു പോകുന്ന ഒരാൾക്ക് ഒരിക്കലും കാലിടറാനുള്ള സാധ്യത തന്നെ ഇല്ല. പക്ഷെ മറ്റുള്ളവർ ഈ ശാസ്ത്രീയമായ സത്യം അറിയുന്നില്ല. ആര്? യോഗിമാർ. അവർ ഈ പ്രാണനെയും ആ പ്രാണനെ നിയന്ത്രിക്കുക വഴി ഉള്ള അങ്ങനെയുള്ള അഭ്യാസങ്ങളെയും ഒക്കെ ആശ്രയിച്ച് ഒരു തരത്തിൽ ഈ മനസ്സിനെ ബലാത് നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു. അടക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ അടക്കലല്ല, അലിയിച്ചു കളയുകയാണ് ചെയ്യുന്നത്. ഒന്ന് സപ്രഷൻ, മറ്റേത് സബ്ലിമേഷൻ. സപ്രഷൻ എന്ന് പറഞ്ഞാൽ അടക്കുക, സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ ആവിയാക്കി കളയുക എന്ന്. അത് തിരിച്ചു വരില്ല. കർപ്പൂരമൊക്കെ കണ്ടിട്ടില്ലേ? തുറന്നു വെച്ചിരുന്ന പതുക്കെ പതുക്കെ അത് വായുവിൽ അലിഞ്ഞില്ലാതെയാവും. അതുകൊണ്ട് കർപ്പൂരം തുറന്നു വെക്കരുത് എന്ന് പറയും. അപ്പൊ ജ്ഞാനികൾ ശാസ്ത്രീയമായ തത്വവിചാരത്തിലൂടെ മനസ്സിനെ ആവിയാക്കി കളയുന്നവരാണ്. യോഗിമാരങ്ങനെയല്ല. അവരാവിയാക്കി കളയുന്നില്ല, അവര് അടക്കുകയാണ് ചെയ്യുന്നത്. അടക്കി വെക്കുന്നത് എന്തും എപ്പോൾ വേണമെങ്കിലും പൂർവാധികം ശക്തിയോടെ പുറത്തു ചാടാം. ഇതാണ് നിയമം. അതുകൊണ്ട് മനസ്സിനോട് ബലപ്രയോഗം നടത്തിയിട്ട് കാര്യമില്ല. അവനെ പുറകിൽ നിന്ന് എയ്ത് വീഴ്ത്തുകയാണ് ചെയ്തത്. ശ്രീരാമൻ ബാലിയോട് ചെയ്തതുപോലെ നേരിട്ട് മനസ്സിനെ ഒരു യുദ്ധത്തിലൂടെ തോൽപ്പിക്കാം എന്ന് ആരും കരുതണ്ട. കാരണം ഈ മനസ്സിന്റെ തന്നെ ഒരു സൂക്ഷ്മവൃത്തിയാണ് ഞാൻ. അത് ബുദ്ധിവൃത്തി എന്നാണ് പറയുന്നത്. ഈ ബുദ്ധിക്കും മനസ്സിനും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ചിത്തവൃത്തികളെക്കാളും സൂക്ഷ്മമാണ് അഹങ്കാരവൃത്തി. അപ്പോൾ ഞാൻ തന്നെ എന്നെ പിടിച്ചു കെട്ടാൻ ശ്രമിക്കുന്നത് പോലെയാണ് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുക, വശത്താക്കുക എന്നൊക്കെ പറയുന്നത്. അതില്ലെന്നറിയൂ, അല്ലെങ്കിൽ അത് തൻ്റെ തന്നെ ഒരു പ്രകടനമാണെന്നറിയൂ. അതിനെ തന്നിൽ നിന്ന് അന്യമായി വിചാരിച്ചുകൊണ്ട് അതിനെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചാൽ ആ പ്രയത്നം ഒരിക്കലും സഫലമാകാൻ പോകുന്നില്ല. നേരിട്ടുള്ള ഒരു യുദ്ധത്തിലൂടെ മനസ്സിനെ കീഴ്പ്പെടുത്താൻ പറ്റില്ല. അതിന് ഒരു തന്ത്രമാണ് ആവശ്യം. ആ തന്ത്രമാണ് ഉപനിഷത്തുകൾ പറയുന്നത്. എന്ത്? ഒക്കെ ഈശ്വരമയമാണെന്ന് കണ്ടോളൂ. മനസ്സിൽ എത്ര മോശപ്പെട്ടതോ അല്ലെങ്കിൽ എത്ര ഉദാത്തമോ ശ്രേഷ്ഠമോ ആയ ഭാവനകൾ വന്നോട്ടെ, രണ്ടും ഒരുപോലെ കള്ളം. സത്യമായത് ആത്മാവ് മാത്രം. ഇതങ്ങോട്ട് ഉറപ്പിച്ചോളൂ. രണ്ട് കാണുന്നിടത്താണ് മായ. വേർതിരിവ് എവിടെയുണ്ടോ, ഭേദം എവിടെയുണ്ടോ, അവിടെ മായയുണ്ട്. എവിടെ ഭേദത്തെ നിഷേധിക്കുന്നുവോ അവിടെ സത്യം മാത്രമേ പ്രകാശിക്കൂ. അതുകൊണ്ട് നല്ലത് ചീത്ത ഇങ്ങനെയുള്ള ദ്വന്ദ്വഭാവങ്ങളെ ഒന്നും സത്യമായി അംഗീകരിക്കരുത്. എൻ്റെ മനസ്സിപ്പോൾ വളരെ ശാന്തമായോ നല്ലത് തന്നെ. കുറച്ചു കഴിഞ്ഞ് അശാന്തമായി, വളരെ നല്ലതെന്ന് പറയണം. അയ്യോ, ഞാൻ നേടിയെടുത്ത ശാന്തി ഇത്ര പെട്ടെന്ന് നഷ്ടമായല്ലോ. എന്തിനാ വിഷമിക്കുന്നത്? ഈ വിഷമിക്കുന്നത് ആരാ? മനസ്സാണ്. നേരത്തെ സന്തോഷിച്ചതോ? ഇതേ മനസ്സ്. അപ്പോൾ നമ്മൾ മനസ്സിന്റെ മണ്ഡലത്തിൽ തന്നെ കുടുങ്ങി കിടക്കുകയാണ്. അതുകൊണ്ട് മനസ്സിന് നമ്മുടെ മേലുള്ള സ്വാധീനത്തെ കുറച്ചു കൊണ്ടുവരാൻ നോക്കണം. അതെങ്ങനെയാ? ഈ മനസ്സിൽ വരുന്ന ഏത് ഭാവവും ഭ്രമമാണ്, മിഥ്യയാണ് എന്നങ്ങോട്ട് ഉറപ്പിക്കുക. അവിടെ രാഗമോ ദ്വേഷമോ കാമമോ ക്രോധമോ അസൂയയോ കുശുമ്പോ പരദൂഷണമോ എന്ത് വേണമെങ്കിലും വന്നോട്ടെ. കാരണം ഇതൊന്നും നമ്മുടെ അനുവാദം വാങ്ങിച്ചുകൊണ്ടല്ല നമ്മുടെ മനസ്സിൽ കയറി വരുന്നത്. നമ്മൾ ആഗ്രഹിച്ചിട്ടുമല്ല. നമ്മൾ എന്തിനെ ചിന്തിക്കരുത് എന്ന് വിചാരിക്കുന്നുവോ അതായിരിക്കും ഏറ്റവും ആദ്യം മനസ്സിൽ പ്രത്യക്ഷപ്പെടുന്നത്. അതുകൊണ്ടെന്താ? മനസ്സുമായിട്ടൊരു ബലം പിടുത്തം വേണ്ട, ഒരു മല്ലയുദ്ധത്തിന് തയ്യാറാകണ്ട. ആ മനസ്സിനെ പോലും ബ്രഹ്മമായി കാണൂ. ചിത്തവൃത്തികളെയും ആത്മാവിന്റെ പ്രകടനമാണെന്ന് കാണും. ഒക്കെ കാലക്രമത്തിൽ പതുക്കെ പതുക്കെ അസ്തമിച്ചോളും.
കുറച്ച് ക്ഷമ വേണമെന്നേ ഉള്ളൂ. കണ്ണാടി വാർത്ത കുരങ്കറിവായി കാൺപതയും എണ്ണാർ. കാൺപതയും എണ്ണാർ എന്ന് പറഞ്ഞാൽ അവർ, ഇവിടെ ജ്ഞാനികളുടെ കാര്യമാണ് പറയുന്നത്. ജ്ഞാനികൾ ദൃശ്യത്തെ തന്നെ കള്ളം എന്ന് തീരുമാനിക്കുന്നു. മറ്റുള്ളവർ ദൃശ്യത്തിൽ മോഹിച്ചു പോയിരിക്കുന്നു. സാധാരണ ലൗകികന്മാർ ബാഹ്യ ദൃശ്യങ്ങളിലാണ് മോഹിക്കുന്നതെങ്കിൽ ഈ യോഗിമാർ ഉള്ളിൽ തെളിയുന്ന ദൃശ്യങ്ങളിലും നാദങ്ങളിലും ഭ്രമിച്ചു പോയിരിക്കുന്നു. ഭ്രമം അകത്തായാലെന്ത് പുറത്തായാലെന്ത്? ഭ്രമത്തിന് അകപ്പെടുന്നു എന്നുള്ളത് തന്നെ മോശമല്ലേ? നമ്മൾ ഇതിനു മുമ്പുള്ള ഒരു പദ്യത്തിൽ വായിച്ചില്ലേ, പട്ടിയുടെ പുറത്ത് കയറി സവാരി ചെയ്ത് 1ാം സ്ഥാനം കരസ്ഥമാക്കിയാലെന്ത്, പകുതി വഴിക്ക് വീണുപോയാലെന്ത്? രണ്ടും മോശം. പട്ടിയുടെ പുറത്ത് മനുഷ്യൻ കയറരുത് എന്നുള്ളതാണ് ശ്രേഷ്ഠം. പിന്നെ ഞാൻ പട്ടിയുടെ പുറത്ത് കയറി യാത്ര ചെയ്തു, വീഴാതെ 1ാം സ്ഥാനത്തെത്തി എന്ന് പറയുന്നതിൽ കാര്യമില്ല. പകുതി വില വീണുപോയി എന്ന് വിഷമിച്ചിട്ടും കാര്യമില്ല. എന്തുകൊണ്ട്? പട്ടിയുടെ പുറത്ത് കയറുന്നത് തന്നെ മോശം. അതുപോലെ എൻ്റെ മനസ്സിൽ ഉദാത്തമായ ഭാവങ്ങളാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് അഭിമാനിക്കാനോ അഹങ്കരിക്കാനോ ഒന്നുമില്ല. ഉദാത്ത ഭാവങ്ങളും വേണ്ട, മോശപ്പെട്ട ഭാവങ്ങളും വേണ്ട. ഭാവനയൊക്കെ വിട്ടിട്ട് അത് നിൽക്കുന്നുണ്ടോ എന്ന് നോക്കുക. ചിത്തവൃത്തികൾ തന്നെ ഇല്ലാതെയാവുന്നുവോ ഉപശമിക്കുന്നുവോ എന്ന് വേണം നാം ശ്രദ്ധിക്കാൻ. കാൺപതയും എണ്ണാർ അവത്തെ അറിയിൽ. നേരത്തെ പോലെ അവസ്ഥ തന്നെയാണ് അവസ്ഥ. ജ്ഞാനികളുടെ അവസ്ഥയെ വേണ്ടവണ്ണം മനസ്സിലാക്കിയാൽ ഈ ആന്തരമായ ദൃശ്യങ്ങളിലും ശബ്ദങ്ങളിലും ഒന്നും ഒരാൾ ഭ്രമിച്ചു പോവില്ല. അതൊക്കെ മനസ്സ് ഉള്ളിൽ രചിക്കുന്ന ഭ്രമം, പ്രപഞ്ചം പുറത്ത് രചിക്കുന്ന ഭ്രമം. ഇത്രയേ ഉള്ളൂ. ഇന്ദ്രിയങ്ങളിലൂടെ പുറത്തേക്ക് പായുന്ന മനസ്സാണ് ഈ ബാഹ്യപ്രപഞ്ചത്തെ അനുഭവിക്കുന്നത്. ആ ഇന്ദ്രിയവാതിലുകളെ അടച്ച് അന്തർമുഖമായാൽ അപ്പോഴും മനസ്സ് അവിടെ ഇരുന്ന് തൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കും. അവിടെ ഇരുന്ന് അത് ദിവ്യമായ നാദങ്ങളും പ്രകാശവും ഒക്കെ ഉണ്ടാക്കി കാണിക്കും. നമ്മൾ വിചാരിക്കുക അതൊക്കെ ഉന്നതമായ അനുഭവങ്ങളാണ്, വളരെ വിശേഷപ്പെട്ടതാണ്. വേറൊരാളോട് ചോദിക്കും, അയാളുമായിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പോൾ പറയും, എനിക്ക് അങ്ങനെയൊന്നും അനുഭവമില്ല, അപ്പം ഞാൻ അയാളെക്കാളും കേമനായി, ഞാൻ ഇതൊക്കെ കാണുന്നുണ്ടെന്നാണ്. ദിവസേന സ്വപ്നം കാണുന്നുണ്ട്. അതിൽ നമ്മൾ അഭിമാനിക്കാറുണ്ടോ? ഞാൻ ഇന്നലെ ഒരു പ്രേതത്തെ സ്വപ്നം കണ്ടു, ഇന്നലെ ഭഗവാൻ പ്രത്യക്ഷപ്പെടുന്നതായി സ്വപ്നം കണ്ടു. പ്രേതമായാലും ഭഗവാനായാലും ഉണർന്നെഴുന്നേൽക്കുമ്പോൾ ഇല്ലല്ലോ. അപ്പൊ ആ മനസ്സിന്റെ തലത്തെ തന്നെ അതിവർത്തിക്കണം. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അപ്പൊ ജ്ഞാനികളുടെ സ്ഥിതിയെ നല്ലതുപോലെ മനസ്സിലാക്കുന്നവർ ജാഗ്രത്തിൽ തന്നെ എന്ന് പറഞ്ഞാൽ വിഷയങ്ങളെ അനുഭവിച്ചു കൊണ്ടിരിക്കവേ തന്നെ, ഇന്ദ്രിയങ്ങളുടെ വാതിലുകൾ അടയ്ക്കാതിരിക്കുമ്പോൾ തന്നെ, വിഷയങ്ങളെയൊക്കെ ഗ്രഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ അതൊക്കെ ഈശ്വരമയമാണ് എന്നോ അല്ലെങ്കിൽ അവയൊക്കെ വെറും മായാകാര്യങ്ങളാണ് എന്നോ തീരുമാനിക്കണം. എങ്ങനെയായാലും വേണ്ടില്ല. മരുഭൂമിയിലെ കാനൽ ജലത്തെ മിഥ്യ എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നത് നല്ലത് തന്നെ, അല്ലെങ്കിൽ അത് അതിൻ്റെ അധിഷ്ഠാനമായ മരുഭൂമി തന്നെ എന്ന് കാണുന്നതും നല്ലത് തന്നെ. എങ്ങനെയായാലും ആ കാനൽ ജലത്തിൽ ഭ്രമിച്ചു പോകരുത്. അവിടെ വെള്ളമുണ്ട് എന്ന് മാത്രം വിചാരിക്കരുത്. അത്ര മാത്രമേ നമ്മൾ ചെയ്യാനുള്ളൂ. ജാഗരാവസ്ഥയിൽ തന്നെ എന്ന് പറഞ്ഞാൽ ജാഗ്രത അവസ്ഥയിൽ തന്നെ ഉണർന്നിരിക്കുമ്പോൾ തന്നെ മഹാനന്ദപ്രാപ്തിക്കായി തത്വങ്ങളെ ജ്ഞാനശാസ്ത്രാനുസരണം നേതി ചെയ്ത് ഒഴിക്കുന്നതിന് പകരം നൈതി, ഇതല്ല ഇതല്ല, ഇതും ആത്മാവല്ല, ഇത് ദൃശ്യമാണ്, ഇതിനെ ആര് കാണുന്നു, അതിനെ കാണുന്നത് ഇന്നതാണ്, അതിനെ അറിയിച്ചു തരുന്നത് മറ്റൊന്നാണ്, അതിനെ ആരറിയിച്ചു തരുന്നു, ഇങ്ങനെ ഉള്ളിലേക്ക് പോയി സൂക്ഷ്മങ്ങളായ ദൃശ്യങ്ങളെയും എല്ലാം നേതി ചെയ്ത് ഒഴിക്കുന്നതിന് പകരം ആ തത്വങ്ങളുടെ ഉള്ളിൽ നുഴഞ്ഞിരുന്നും കണ്ണാടിയിൽ കണ്ട തൻ്റെ പ്രതിരൂപം കുരങ്ങനെന്ന് ശങ്കിച്ച് അതിനോട് ഇടയാൻ ചെയ്യുന്ന മറ്റൊരു കുരങ്ങന്റെ പ്രവൃത്തി പോലെ ധ്യേയവസ്തുവിനെ തന്നിൽ നിന്ന് അന്യമായി കണ്ട് ചെയ്യുന്ന യോഗിയുടെ ഈ വക ചാപല്യങ്ങൾ ആത്മാവിൻ്റെ ശുദ്ധാവസ്ഥയെപ്പറ്റി അറിവുള്ള മഹാജ്ഞാനികൾക്ക് തീരെ അപഹാസ്യമായേ ഗണിക്കുകയുള്ളൂ. തന്നിൽ നിന്ന് അന്യമായി എന്തെങ്കിലും ഒന്ന്, അത് എത്ര ദിവ്യമോ ആയിക്കൊള്ളട്ടെ, എത്ര സൂക്ഷ്മമോ ആയിക്കൊള്ളട്ടെ, തന്നിൽ നിന്ന് അന്യമാണ്, തൻ്റെ ദൃശ്യമാണെങ്കിൽ അത് സത്യമാവാൻ പറ്റില്ല. ദ്രഷ്ടാവാണ് എവിടെയും സത്യം, ദൃശ്യം മായയാണ്. അപ്പൊ ഈ ആത്മാവിനെ അല്ലെങ്കിൽ ബ്രഹ്മത്തെ ഒരു ജീവൻ തന്നിൽ നിന്ന് അന്യമായ ഒന്നാണ് എന്ന് കരുതി അതിനെ സാക്ഷാത്കരിക്കാൻ ശ്രമിച്ചാൽ വലിയ അബദ്ധമാണ്. അത് തൻ്റെ അന്തരാത്മാവാണ്, താൻ തന്നെ എന്നുള്ള താദാത്മ്യഭാവത്തോടു കൂടി വേണം അതിനെ സമീപിക്കാൻ. നമ്മൾ
അതിനെ ഉള്ളിൽ സാക്ഷാത്കരിക്കാൻ എന്ന് പറഞ്ഞാൽ മറ്റൊരു വിഷയത്തെ അറിയുന്നത് പോലെ അറിയാനാണ് ശ്രമിക്കുന്നത്. അത് അറിയപ്പെടേണ്ട ഒന്നല്ല, അറിയുന്നവന്റെ സ്വരൂപമാണ് എന്നുള്ള ശാസ്ത്രീയ തത്വം മനസ്സിലാക്കിയിട്ട് സാധന ചെയ്താൽ അബദ്ധങ്ങളിൽ ചെന്ന് ചാടില്ല. അല്ലെങ്കിൽ ഇതുപോലെയുള്ള മായയുടെ ദൃശ്യ പ്രകടനത്തിൽ മോഹിച്ചു പോകും. ഇങ്ങനെയുള്ള ധ്യേയവസ്തു എന്ന് പറഞ്ഞാൽ ആത്മാവ് അല്ലെങ്കിൽ ബ്രഹ്മം, അതോ അല്ലെങ്കിൽ ഈശ്വരൻ, അതിനെ തന്നിൽ നിന്ന് അന്യമായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒന്നായി സാക്ഷാത്കരിക്കാൻ ശ്രമിക്കുന്നയാൾ, അയാളുടെ പ്രവൃത്തി ഒരു ജ്ഞാനിയെ സംബന്ധിച്ച് പരിഹാസ്യമായി തീരും. കാരണം തന്നെയാണ് അയാൾ അറിയുന്നത്, തൻ്റെ അന്തരാത്മാവിനെയാണ് അറിയുന്നത്, പക്ഷെ അതിനെ തന്നിൽ നിന്ന് അന്യമാക്കി അറിയാനാണ് ശ്രമിക്കുന്നത്. അപ്പോ തനിക്ക് തന്നെ നഷ്ടപ്പെടും, മറ്റൊന്നിനെ കിട്ടും. താൻ ഈ ആത്മാവിനെ എന്താണ് എന്ന് കരുതിയിരിക്കുന്നുവോ അതിനെ ആ രൂപത്തിൽ നാം അറിയും, പക്ഷെ തന്നെ തനിക്ക് നഷ്ടമാകും. തൻ്റെ സ്വരൂപം അവിടെ മറയ്ക്കപ്പെടുന്നു. അതുകൊണ്ട് ഈ ആത്മാവിനെ ഞാനാണ് എന്നുള്ള ഭാവത്തിൽ സമീപിക്കൂ. അത് എൻ്റെ തന്നെ അധിഷ്ഠാനമാണ് എന്ന ഭാവത്തിൽ അതിനെ സാക്ഷാത്കരിക്കാൻ ശ്രമിക്കൂ. തന്നിൽ നിന്ന് അന്യമായി അതിനെ കാണരുത്, വിഷയങ്ങളെപ്പോലെ അതിനെ വിചാരിക്കരുത്. അടുത്ത പദ്യം വായിക്കാം. ഉപദേശപ്പിത്തോ ഉപമാനപ്പിത്തോ വിപരീതമോ പഴക്കോ വേറോ തപസിനി കൺമൂടാ വെൺമൂടത്തേടും കൗശനൈ പോൽ എൺമൂടാ യോഗം ഇതുവൻ. പരിഹസിച്ച് ആ പരിഹാസത്തിന്റെ മൂർധന്യതയിലെത്തുകയാണ്. ആര്? ഈ യോഗിമാരെ. തത്വജ്ഞാനമില്ലാതെ അന്ധമായി യോഗ സാധനകളിലൂടെ പ്രാണായാമാദികളിലൂടെ ഈ ആത്മാവിനെ പിടിച്ചു കളയാം എന്ന് വിചാരമുണ്ടല്ലോ ചിലർക്ക്, അവരെയാണ് പരിഹസിക്കുന്നത്. ഉപദേശപ്പിത്തോ ഇന്നലെ പറഞ്ഞു. പിത്ത എന്ന് പറഞ്ഞാൽ പിത്തം, പൈത്യം, വട്ട, ഭ്രാന്ത് എന്നാണ് അർത്ഥം. ഈ യോഗിമാരുടെ പ്രവൃത്തി കണ്ടാൽ എങ്ങനെയാണ് ഇവർക്ക് ഈ ഭ്രാന്ത് പിടിപെട്ടത്, എന്തൊക്കെയാണ് ഇവർ കാട്ടിക്കൂട്ടുന്നത് എന്നാണ്. ഉപദേശപ്പിത്തോ, ഇവരുടെ യോഗാചാര്യന്മാരിൽ നിന്ന് ഉപദേശം കിട്ടിയത് കൊണ്ടുണ്ടായ വട്ടാണോ എന്നാണ് ചോദിക്കുന്നത്. ഇവരുടെ ആചാര്യന്മാരിൽ നിന്നാണോ ഈ വട്ട് ഇവർക്ക് പകർന്നു കിട്ടിയത്? ഉപദേശപ്പിത്തോ, അവരുടെ ഉപദേശം കൊണ്ടാണോ ഈ ഭ്രാന്തളകിയത്? അല്ലെങ്കിൽ ഉപമാനപ്പിത്തോ. ഉപമാനപ്പിത്തോ എന്ന് പറഞ്ഞാൽ ഈ ആത്മാവിനും പ്രപഞ്ചത്തിനും അല്ലെങ്കിൽ ആത്മാവിനും അഹന്തയ്ക്കും തമ്മിലുള്ള ബന്ധം ഉപനിഷത്തുകളൊക്കെ പറയുന്നുണ്ടല്ലോ. അത് മരുഭൂമിയും കാനൽ ജലവും സ്വർണവും ആഭരണവും എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഇങ്ങനെ പലതരം ഉപമാനങ്ങൾ അല്ലെങ്കിൽ ഉദാഹരണങ്ങൾ, അതിനെയൊക്കെ ഉപരിപ്ലവമായി മനസ്സിലാക്കിയത് കൊണ്ടുണ്ടായ വട്ടാണോ? ഇപ്പോ കടലും തിരയും പോലെയാണ് ആത്മാവും ജീവനും എന്ന് പറഞ്ഞാൽ, കടലിൽ വെള്ളം ഇങ്ങനെ ചലിച്ച് ഉയർന്ന് വരുമ്പോഴാണ് നമ്മൾ തിര എന്ന് പറയുന്നത്. ഈ ആത്മാവിൽ ചലനമേ ഉണ്ടാവുന്നില്ല. ചലിക്കാതെ എങ്ങനെ തിരയുണ്ടാവും? തിരയുടെ കാര്യത്തിൽ അത് സാധ്യമല്ല, ചലിച്ചാണ് ഉണ്ടാവുന്നത്. അതുപോലെ ഈ ബോധം ചലിച്ചാണോ ജീവനായിത്തീരുന്നത്? അല്ല, അത് നിശ്ചലമാണത്. അപ്പൊ ഈ ഉദാഹരണങ്ങളെയും ഉപമാനങ്ങളെയും ഒക്കെ വെച്ചുകൊണ്ട് കാര്യത്തെ വേണ്ടവണ്ണം മനസ്സിലാക്കാത്തത് കൊണ്ട് ഉണ്ടായ ഭ്രാന്താണോ ഇത്? ഉപമാനപ്പിത്തോ എന്ന് പറഞ്ഞാൽ വേദാന്ത ശാസ്ത്രങ്ങളിലും അതുപോലെയുള്ള മറ്റ് ശാസ്ത്രങ്ങളിലും ഒക്കെ പറഞ്ഞിട്ടുള്ള ഉദാഹരണങ്ങളെ മാത്രം വെച്ചുകൊണ്ട് അതുപോലെയാണ് ജീവാത്മ പരമാത്മ ബന്ധം അല്ലെങ്കിൽ ബ്രഹ്മവും പ്രപഞ്ചവും തമ്മിലുള്ള ബന്ധം എന്നൊക്കെ തെറ്റിദ്ധരിച്ച് കഴിയുന്നവർ, അവർക്ക് ഈ ശാസ്ത്രങ്ങളിൽ നിന്ന് കിട്ടിയതാണോ ഈ വട്ട്? ഉപമാനപ്പിത്തോ വിപരീതമോ? അതല്ല, ഇവരുടെ മനസ്സിന്റെ തന്നെ ഭ്രമമാണോ ഇത്? ഇവരുടെ മനസ്സിന്റെ തന്നെ വിപരീത ഭാവനയോ? എന്താണ് വിപരീത ഭാവന? ഒന്നിന് യഥാർത്ഥത്തിൽ അത് ഉള്ളതുപോലെ മനസ്സിലാക്കാതെ മറ്റൊന്നായി മനസ്സിലാക്കുക, അതായത് തെറ്റിദ്ധരിക്കുക എന്നർത്ഥം. അപ്പൊ ഇവരുടെ മനസ്സിന്റെ ഒരു തെറ്റിദ്ധാരണയാണോ ഇവർ ഇങ്ങനെയൊക്കെ ചെയ്ത് ആത്മാവിനെ സാക്ഷാത്കരിക്കാൻ ശ്രമിക്കുന്നത്? വിപരീതമോ? ഇനി ഇതുമല്ല, പഴക്കോ എന്ന് പറഞ്ഞാൽ പഴക്കമോ, ശീലമാണോ ഇവരുടെ? ഇവർ പലകാലം അഭ്യസിച്ച് പരിശീലിച്ചത് കൊണ്ടുണ്ടായ ഭ്രാന്താണോ? എന്തും പലവരു ചെയ്താൽ ഭ്രാന്താവും. തത്വബോധമില്ലാതെ എന്തിനാണ് ഇത് അനുഷ്ഠിക്കുന്നത് എന്നുള്ള വ്യക്തമായ അറിവില്ലാതെ നിങ്ങൾ എന്ത് വേണമെങ്കിലും
ആവർത്തിച്ച് കുറച്ചു കാലം ചെയ്തു നോക്കൂ, അത് വാസനയായി മാറും. പലരും ഈ സാധന എന്ന പേരിൽ വാസനയ്ക്ക് അടിമപ്പെട്ടാണ് കഴിയുന്നത്. അവരുടെ ആ ദിവസേനയുള്ള സാധനയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിഘ്നം വന്നാൽ അവരുടെ സ്വസ്ഥത മുഴുവൻ പോകും. അവര് അപ്സെറ്റ് ആവാൻ അധിക സമയമൊന്നും വേണ്ട. ഒക്കെ വലിയ ആൾക്കാരാണ്, വലിയ സാധകന്മാരാണ്. പക്ഷെ അവരുടെ മനസ്സിന്റെ ആ ബാലൻസ്, സന്തുലനാവസ്ഥ നഷ്ടമാകാൻ ചെറിയ കാര്യം മതി. അവർ ദിവസേന ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നിന് ഏതെങ്കിലും രീതിയിൽ തടസ്സം വന്നു കഴിഞ്ഞാൽ അവർ പൊട്ടിത്തെറിക്കും. പിന്നെ അവരുടെ മനസ്സിന്റെ തന്നെ താളം തെറ്റുകയായി. ഇതാണോ സാധന? ദിവസേന ചെയ്യുന്ന ഒരു സാധന ഒരു ദിവസം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇന്ന് പറ്റിയില്ല, അതിനുള്ള സാഹചര്യം ഒത്തു വന്നില്ല, ശാന്തമായിരുന്നൂടെ? അപ്പോഴെന്താ? സാധന വാസനയായി എന്നർത്ഥം. ഇതൊന്നും ഈ സാധകന്മാർ പറഞ്ഞാൽ അംഗീകരിക്കാൻ പോകുന്നില്ല. നല്ല ഉറപ്പുണ്ടെങ്കിൽ ഈ സാധനയെ വാസന എന്ന് പറഞ്ഞ് പരിഹസിക്കാൻ ഇയാൾ ആരാ എന്ന് ചോദിക്കും. ഇയാൾ ആരാണ് സാധനയെ വാസന എന്ന് പറയാൻ? ഞങ്ങളൊക്കെ വാസനകൾക്ക് അടിമയാണോ എന്ന് ചോദിച്ചാൽ ഈ ചോദ്യം നിങ്ങളോട് സ്വയം ചോദിച്ചു നോക്കൂ. എന്നോട് ചോദിച്ചിട്ട് എന്ത് കാര്യം? ഒരു ദിവസം നിങ്ങൾക്ക് നിങ്ങൾ ദിവസേന ചെയ്യുന്ന സാധന ചെയ്യാൻ പറ്റാതെ വന്നാൽ, അത് ധ്യാനമോ മന്ത്രജപമോ പൂജയോ ക്ഷേത്ര ദർശനമോ എന്തോ ആയിക്കൊള്ളട്ടെ, മോർണിംഗ് വാക്ക്, പട്ടിയേം കൊണ്ടുള്ള നടത്തമായിക്കോട്ടെ, ഒരു ദിവസം രാവിലെ പറയും പട്ടി ഞാൻ ഇന്ന് വരുന്നില്ല എന്ന് പറയും. ഇല്ല, നീ വന്നേ പറ്റൂ, നിന്നെ കൊണ്ടേ ഞാൻ നടക്കാൻ പോകും. ഇതെങ്ങനെ ശരിയാവും? പട്ടിക്ക് വയ്യ, അതൊന്നും കൂടെ വരുന്നില്ല. എന്ത് ചെയ്യാൻ പറ്റും? പട്ടി അനുസരിപ്പിക്കാൻ പറ്റുമോ? ഒന്നിലും പിടിമുറുക്കരുത്. ബാലകൃഷ്ണൻ നായർ സാറിന്റെ മുത്ത് പോലെയുള്ള ഒരു ഉപദേശമാണ്. സാറ് പറയും, ഒന്നിലും നിർബന്ധ ബുദ്ധി പാടില്ല. വലിയ അർത്ഥമാണ് ആ പ്രസ്താവനയ്ക്ക്. ഒന്നിലും നിർബന്ധ ബുദ്ധി പാടില്ല. എന്താണ് നിർബന്ധ ബുദ്ധി? വാസനയായി തീരുന്നത് തന്നെയാണ് നിർബന്ധ ബുദ്ധി. അത് കൂടാതെ വയ്യ. ഒരു ദിവസം എന്തോ ചില അസൗകര്യങ്ങൾ ഉണ്ടായി, സാഹചര്യങ്ങൾ അനുകൂലമല്ല, നമുക്ക് അന്നത്തെ സാധന ചെയ്യാൻ പറ്റിയില്ല. സാരമില്ല, നാളെ ചെയ്യാം. അല്ലെങ്കിൽ ആ രാവിലെ എന്നുള്ളത് വൈകുന്നേരമാക്കാം. മണിക്കൂർ കിടക്കില്ലേ? കിടപ്പുണ്ടല്ലോ 24 മണിക്കൂർ. അതല്ല, ഞാൻ രാവിലെ 9 മണിക്കുള്ളിൽ തന്നെ അത് അനുഷ്ഠിച്ചേ അടങ്ങൂ. നിർബന്ധ ബുദ്ധി. നിങ്ങളെ കൊണ്ട് പറ്റുന്നിടത്തോളം നിങ്ങൾ ചെയ്യൂ, വേണ്ട എന്ന് പറയുന്നില്ല. ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയും നിഷ്ഠയും. നിഷ്ഠ തന്നെയാണ് ചിട്ട എന്നായത്. സംസ്കൃതത്തിൽ നിഷ്ഠയാണ് മലയാളത്തിലെ ചിട്ട. അത് വേണം, ഡിസിപ്ലിൻ വേണം. ഒരു സാധകന് ഡിസിപ്ലിൻ അത്യാവശ്യമാണ്. പക്ഷേ ആ ഡിസിപ്ലിൻ പാലിക്കുന്നത് തന്നെ അയാളെ ദുഃഖത്തിൽ കൊണ്ടുചെന്ന് എത്തിക്കരുത്. ഒരു ദിവസം ആ ഡിസിപ്ലിന് ഒരു ഭംഗം വന്നു, ഞാൻ അസ്വസ്ഥനായതുകൊണ്ട് എന്ത് പ്രയോജനം? അപ്പൊ ഡിസിപ്ലിൻ എന്നെ കടന്നു പിടിച്ചു, എന്നെ ശ്വാസം മുട്ടിച്ചു, എന്നെ കൊങ്ങാക്കി പിടിച്ചു എന്നല്ലേ അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് എന്ത് വേണമെങ്കിലും നമുക്ക് അനുഷ്ഠിക്കാം. എല്ലാ ആചാരങ്ങളും വളരെ നല്ലത്, അവ അനുഷ്ഠിക്കപ്പെടേണ്ടവ തന്നെയാണ്. പക്ഷേ അത് വാസനയായി നമ്മെ വരിഞ്ഞു മുറുക്കാതെ സൂക്ഷിച്ചോളണം. അതിൽ സാധകൻ വളരെ ശ്രദ്ധയോടുകൂടിയിരിക്കണം. പഴക്കോ എന്നാണ് ചോദിക്കുന്നത്. ഇത് പലകാലം ശീലിച്ചത് കൊണ്ട്, ശീലം കൊണ്ടുണ്ടായ ദോഷമാണോ, ഭ്രാന്താണോ, ഇനി വേറെന്തെങ്കിലുമാണോ ഇതിന്റെ കാരണം? ഏത്? ഈ യോഗിമാരുടെ കാട്ടിക്കൂട്ടലുകൾ. അവർ എന്തിനെയാണ് പിടിക്കാൻ ശ്രമിക്കുന്നത്? അവര് അനുവർത്തിക്കുന്ന മാർഗം ശരിയാണോ? ശാസ്ത്രങ്ങൾ പറഞ്ഞിട്ടുള്ളതാണോ? ഇല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞത് കേട്ടിട്ട് ആ വഴിക്ക് ഇറങ്ങി പുറപ്പെട്ടതാണോ? ഇതൊന്നും നിശ്ചയമില്ല. ആരോ പറഞ്ഞു, എന്തോ പറഞ്ഞു, ഏതോ ഒരു സ്വാമി, ആ സ്വാമി ഈ സ്വാമി എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. ഏത് സ്വാമിയുടെ അടുത്തും പോവാം, എന്തും പരിശീലിക്കാം, ഒന്നിനും ഒരു വിരോധവുമില്ല. ഈ പറഞ്ഞ ഒരു കാര്യം മാത്രം ഓർമ്മിച്ചോളുക, അത് നമ്മ വരിഞ്ഞു മുറുക്കാൻ അനുവദിക്കരുത്. അയച്ചു പിടിക്കുക, പിടി അയക്കുക. പിടി അയച്ച് മുറുകെ പിടിച്ചോ. അതെങ്ങനെയാ? പിടി അയച്ചിട്ട് മുറുകെ പിടിക്കുക. എപ്പോ വേണമെങ്കിലും അയക്കാൻ കഴിയണം. എന്തെങ്കിലും ആളെ ഒരു കാര്യത്തിന് പറഞ്ഞയക്കുകയല്ല, പിടി അയക്കാൻ നമുക്ക് കഴിയണം. പക്ഷേ അതിൽ വിട്ടുവീഴ്ച പാടില്ല. അതാണ് പിടി മുറുക്കണം എന്ന് പറഞ്ഞത്. പറ്റുന്നെങ്കിൽ സാഹചര്യവും സമയവും ഒക്കെ അനുകൂലമാണെങ്കിൽ തീർച്ചയായും ആ ചിട്ടപ്രകാരം തന്നെ നമ്മൾ ജീവിക്കണം. അതിലൊരു ഉപേക്ഷ വിചാരിക്കരുത്. പക്ഷേ അത് വാസനയാകാതെ നോക്കിക്കൊള്ളണം. പഴക്കോ വേറോ തപസി നീ. തപസി എന്ന് പറഞ്ഞാൽ തപസ്വി. തപസ്വി നീ ഹേ കപട താപസ. നല്ല അർത്ഥത്തിലല്ല, പരിഹാസത്തിലാണ് വിളിക്കുന്നത്. എടോ കപട താപസ, താൻ ഈ കണ്ണടച്ച് ചമ്രം പടിഞ്ഞിരുന്ന് ധ്യാനം
എന്ന പോലെയൊക്കെ ഇങ്ങനെ അഭിമാനിക്കുന്നുണ്ടല്ലോ. താൻ എന്തിനെയാ ധ്യാനിക്കുന്നത്? ആ ധ്യേയ വസ്തുവിൻ്റെ സ്വരൂപമെന്ത്? അതിനെ സാക്ഷാത്കരിക്കേണ്ട മാർഗത്തെക്കുറിച്ച് തനിക്ക് വ്യക്തമായ ധാരണയുണ്ടോ? ഉപനിഷത്തുകൾ പറഞ്ഞിട്ടുള്ള മാർഗത്തിലൂടെയാണോ താൻ സഞ്ചരിക്കുന്നത്? നമുക്ക് ശാസ്ത്രങ്ങളാണ് പ്രമാണം. കൃഷ്ണൻ പോലും അതാണ് ഗീതയിൽ പറയുന്നത്. തസ്മാത് ശാസ്ത്രം പ്രമാണം തേ കാര്യാകാര്യ വ്യവസ്ഥിതവും. അർജുന, ഒരു മനുഷ്യൻ എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ശാസ്ത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ. എക്സോ വൈയോ പറഞ്ഞു അതല്ല. ഈ എക്സും വൈയും ശാസ്ത്രത്തിനെ പഠിച്ചിട്ട് ആ കാര്യം തന്നെയാണ് പറയുന്നതെങ്കിൽ ഇവർ പറയുന്നത് കേൾക്കാം. ശാസ്ത്രവിരുദ്ധമായി സംസാരിക്കുന്ന ആളിനെ, അയാൾ ഗുരുവോ ആചാര്യനോ എത്ര ഗംഭീരനോ ആയിക്കൊള്ളട്ടെ, താൻ വഴിയിൽ നിന്ന് മാറി നിൽക്കുക എന്ന് പറയണം. അതിനുള്ള ധൈര്യം ഉണ്ടാവണം സാധകന്. ഇല്ലെങ്കിൽ ഗുരു ഒരു വലിയ മതിൽ പോലെ മുമ്പിൽ വന്ന് നിൽക്കും. ഗുരു കയറി നമ്മളെ അങ്ങ് ഭരിക്കാൻ തുടങ്ങും. അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്. അതെന്തുകൊണ്ടാണ്? അതൊന്നുമല്ല, ഞാൻ പറയുന്നത് അതുപോലെ അങ്ങ് അനുസരിച്ചാൽ മതി. അങ്ങോട്ട് പോരുത്, ഇങ്ങോട്ട് പോരുത്, ഞാൻ പറയുന്നത് പോലെയൊക്കെ അനുസരിച്ചോളണം. ഇതെന്ത് കഷ്ടം ഇത്! ഒരു സാധകനൊരു സ്വാതന്ത്ര്യം വേണ്ടേ? ഗുരുവിൽ ഭക്തിയുണ്ട്, ഗുരുവിൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കണം, ശരി തന്നെ. പക്ഷേ നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ ഹനിച്ചുകൊണ്ട് വേണോ? അത് നമ്മുടെ വിവേകത്തെ ആർക്കും പണയം വെക്കരുത്. ഇതാണ് ഒരു സാധകൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ വിവേചന ശക്തി ഉണ്ടല്ലോ, യുക്തിയുക്തം കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള കഴിവ്, അതിൽ ഒരിക്കലും അന്ധത കടന്നുകൂടരുത്, ബ്ലൈൻഡായി പോരുത്. നമ്മൾ ഓരോ കാര്യങ്ങൾ ഒരാൾ പറയുമ്പോൾ അതിലെന്തെങ്കിലും കഴമ്പുണ്ടോ? നമ്മുടെ വിവേകത്തെ കൂടെ പ്രയോഗിച്ച് വേണം അതിനെ സ്വീകരിക്കാൻ. അന്ധമായി ഒന്നിനെയും സ്വീകരിക്കരുത്. ഈ വേദാന്ത ശാസ്ത്രത്തെ പോലും സ്വീകരിക്കരുതെന്നാണ്. ചിന്തിക്കൂ. വിമൃശ്യൈതദശേഷേണ യഥേച്ഛസി തഥാ ഗുരു. ജഗദീശ്വരൻ പോലും ഇങ്ങനെയാണ് ഉപദേശിക്കുന്നത്. അർജുന, ഇതേ ജ്ഞാനമാഖ്യാതം. നിനക്ക് ഇത്രയും നേരം ഞാൻ പറഞ്ഞു തന്നത് ജ്ഞാനമാണ്, ഉപനിഷത്ത് ജ്ഞാനമാണ്. ഗുഹ്യാത് ഗുഹ്യതരം മയ, രഹസ്യങ്ങളിൽ വെച്ച് രഹസ്യമായതാണത്. അതിനെയാണ് ഞാൻ നിനക്ക് ഉപദേശിച്ചു തന്നത്. നീ അപ്പാടെ അതങ്ങ് വിഴുങ്ങിക്കൊള്ളണം എന്ന് ഞാൻ പറയുന്നില്ല. തൊണ്ട തൊടാതെ വിഴുങ്ങണം എന്ന് പറയുന്നില്ല. വിമൃശ്യ അശേഷേണ വിമൃശ്യ ഏതത്. ഇതിനെ പൂർണ്ണമായി നിശേഷമായി ഒരു വിമർശന ബുദ്ധിയോടുകൂടെ മനസ്സിലാക്കൂ, പഠിക്കൂ. ഇതിലെന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ ചോദിക്കൂ. അത് യുക്തിക്ക് നിരക്കാത്തതാണെങ്കിൽ അത് ഇവിടെ എനിക്ക് മനസ്സിലാവുന്നില്ല, ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ട്, ഇതെങ്ങനെയാ ഇവിടെ പൊരുത്തപ്പെടുന്നത്? ഇങ്ങനെ ചോദിച്ച് ആ സംശയങ്ങളൊക്കെ തീർത്തതിന് ശേഷം നിനക്ക് ഇഷ്ടം പോലെ ആവാമെന്നാണ്. യഥേച്ഛസി തഥാ ഗുരു. നിന്റെ ഇഷ്ടം പോലെ ആവാം എന്ന് പറഞ്ഞാൽ നിനക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ തള്ളിക്കളയാം. ഈ ഒരു സ്വാതന്ത്ര്യത്തെ നമ്മൾ ആർക്കും പണയം വെക്കരുത്, ഒന്നിനെയും അന്ധമായി സ്വീകരിക്കരുത്. എന്നാൽ എല്ലായിടത്തും യുക്തി കൊണ്ട് ബോധ്യപ്പെട്ടതിനെ മാത്രമേ ഞാൻ സ്വീകരിക്കൂ എന്നുള്ള നിർബന്ധവും പാടില്ല. കാരണം ഈ ആത്മാവിനെ ഇങ്ങനെ വിശകലനം ചെയ്ത് തീരുമാനിക്കാൻ പറ്റില്ല. അവിടെ ഉപനിഷത്തുകളുടെയും ആചാര്യന്മാരുടെയും വാക്ക് മാത്രമാണ് പ്രമാണം. അപ്പൊ അവിടെ ഞാൻ ആത്മസാക്ഷാത്കാരത്തിന് ശേഷം മാത്രമേ ഈ ആത്മാവ് എന്താണ് എന്നുള്ളത് അംഗീകരിക്കൂ, അതുവരെ ഞാൻ ആ സത്യത്തെ അംഗീകരിക്കില്ല എന്നൊക്കെ പറഞ്ഞാൽ നഷ്ടം നമുക്കാണ്. അപ്പൊ നിർബന്ധ ബുദ്ധി, യുക്തിയുടെ തല, അതൊക്കെ ഒരു പരിധി വരെ. പക്ഷെ അതിലൊരിക്കലും അന്ധത കടന്നു വരാനും അനുവദിക്കരുത്. തപസി നീ, ഹേ കപട താപസ. യോഗിമാരെയാണ് വിളിക്കുന്നത്. ഹേ കപട താപസ, കൺമൂടാ വിൺമൂട തേടും കൗശനൈ പോൽ. അതെന്താണ് കൺമൂടാ വിൺമൂട തേടും? ഒരാള് ആകാശത്തെ ആവരണം ചെയ്യാൻ, മറയ്ക്കാൻ വേണ്ടി തുണി അന്വേഷിച്ച് നടന്നു എന്നാണ്. ഈ ആകാശം ഉണ്ടല്ലോ, മുകളിലുള്ള നീലാകാശം, ഇത് കാണാൻ പറ്റാത്ത രീതിയിൽ ഒന്ന് കവർ ചെയ്യണം എന്ന് വിചാരിച്ച് തുണി അന്വേഷിച്ചു. അത്രയും വലിയ ഒരു തുണി കിട്ടുമോ? എങ്ങനെ കിട്ടും? വ്യാപകമായി അനന്തമായി കിടക്കുന്നതാണ് ഈ ആകാശം. അപ്പൊ അതിനെ തുണി കൊണ്ട് മൂടാൻ ശ്രമിക്കുന്നത് പരമവിഡ്ഢിത്തമാണ്. കൗശനൈ എന്ന് പറഞ്ഞാൽ തുണി എന്നാണ് അർത്ഥം. വിൺമൂട, വിണ്ണിനെ മൂടാൻ, ആകാശത്തെ മൂടാൻ തുണി അന്വേഷിക്കുന്നത് പോലെ അയാൾ എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്? കണ്ണടച്ചാൽ മതി. കണ്ണടച്ച ആകാശമില്ല. കണ്ണടച്ചാൽ ഇല്ലാതാവുന്ന ആകാശത്തെ കണ്ണ് തുറന്നുകൊണ്ട് എത്ര വലിയ തുണി കൊണ്ടും എങ്ങനെയാ കവർ ചെയ്യാൻ പറ്റുക? ആകാശത്തെ കവർ ചെയ്യുന്നതിന് പകരം കണ്ണടച്ചാൽ മതി. നമ്മൾ ഈ പ്രപഞ്ചനാശം, പ്രപഞ്ചത്തെ മുഴുവൻ ഇടിച്ച് പൊടിച്ച് ഏതെങ്കിലും കടലിൽ കൊണ്ട് കലക്കി കളയാമെന്നാണ്. മറ്റേ
ഗണേശ ചതുർത്ഥിക്ക് മറ്റേ നിമജ്ജനം, വിഗ്രഹ നിമജ്ജനം, പല സ്ഥലങ്ങളിലും എഴുതി വെച്ചിട്ടുള്ളത് നിമഞ്ജനം എന്നാണ്. തെറ്റാണ്, ഇജ്ജായാണ്, നിമഞ്ജനമല്ല. അടുത്ത ഗണേശ ചതുർത്ഥിക്ക് നോക്കിക്കോളൂ, ഈ ഫ്ലക്സ് ബോർഡുകളും എല്ലാം നിമഞ്ജനം, ഞായും ജായുമാണ് എഴുതുന്നത്. ഈ വ്യാകരണം നിങ്ങളെ പഠിപ്പിക്കാതിരിക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കും, പക്ഷെ എൻ്റെ ഉള്ളിലുള്ള സാധനം പുറത്തു വരും. വാക്കുകൾ ശരിക്ക് പ്രയോഗിക്കണം, തെറ്റായിട്ട് ഉപയോഗിക്കും. നിമജ്ജനം പൂർണ്ണമായി മുക്കുക എന്നാണ് അർത്ഥം. മജ്ജനം എന്ന് പറഞ്ഞാൽ മുക്കുക, കടലിൽ കൊണ്ട് താഴ്ത്തുകയാണല്ലോ ചെയ്യുന്നത് ആ വിഗ്രഹത്തെ. നിശേഷമായി മജ്ജനം ചെയ്യിക്കുക, അതാണ് നിമജ്ജനം. അതിന് നിമഞ്ജനം നിമഞ്ജനം എന്ന് പറഞ്ഞാൽ അഞ്ജനം എന്ന് വാക്കുണ്ട്, കൺമഷി. ആഞ്ജനേയനും ഉണ്ട്, അഞ്ജനയുടെ പുത്രൻ. ഉടനെ എല്ലായിടത്തും ഇഞ്ച 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 എന്നടിച്ച ഇഞ്ചിയിലും ഉണ്ട് ഇഞ്ച. അപ്പോ കൺമൂട വിൺമൂടത്തേടും കൗശനെ പോൽ, വിചാരണ കൊണ്ട് അഹംബോധത്തെ നശിപ്പിക്കുന്നതിന് പകരം ബാഹ്യപ്രപഞ്ചത്തെ മറ്റു മാർഗങ്ങളിലൂടെ എന്ന് പറഞ്ഞാൽ പ്രാണായാമാദികളിലൂടെ ഈ പ്രപഞ്ചനാശം നേടാമെന്ന് കരുതുന്നവർ ഈ ആകാശത്തെ തുണി കൊണ്ട് മൂടാമെന്ന് കരുതുന്നത് പോലെ വിഡ്ഢിത്തമാണ് പ്രവർത്തിക്കുന്നത്. ആകാശത്തെ മൂടാൻ കണ്ണടച്ചാൽ മതി, അത് എത്ര എളുപ്പമാണ്. ഈ കൺപോളെ അങ്ങോട്ട് അടച്ചാൽ പോരെ. കൺമൂടാ വെൺമൂടത്തേടും കൗശനെ പോൽ എൺമൂടാ യോഗമിതുവെൻ. എൺമൂട എന്ന് പറഞ്ഞാൽ നീ വിചാരശേഷിയുള്ള മൂഢനാണ്. ആര്? യോഗി. അയാൾ വെറും മണ്ടനല്ല, നല്ലതുപോലെ വിചാരം ചെയ്യാൻ കഴിവുള്ള മണ്ടൻ. പഠിച്ച വിഡ്ഢി എന്ന് പറയാറില്ലേ നമ്മൾ, ലേണഡ് ഫൂൾ. പഠിച്ച മണ്ടനാണ് എന്ന് പറഞ്ഞാൽ ധാരാളം ശാസ്ത്രങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്, പക്ഷെ എന്ത് അറിയണോ അതറിഞ്ഞിട്ടില്ല. ആ അർത്ഥത്തിൽ മൂഢനാണ്. പക്ഷെ നല്ല ശാസ്ത്രജ്ഞാനമുണ്ട്, അതുകൊണ്ട് പഠിച്ചവനുമാണ്. എൺമൂട വിചാരശേഷിയുള്ള, എണ്ണുക എന്ന് പറഞ്ഞാൽ വിചാരിക്കുക, മനനം ചെയ്യുക എന്നാണ് തമിഴിൽ അർത്ഥം. എൺമൂട എന്ന് പറഞ്ഞാൽ വിചാരശേഷിയുള്ള മൂഢ. പുതിയ പുതിയ സ്ഥാനപ്പേരുകൾ ചാർത്തി കൊടുക്കുകയാണ്. എൺമൂട യോഗം ഇത് എൻ. താൻ ചെയ്യുന്ന ഈ യോഗം എന്ന പേരിൽ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടല്ലോ, ഇത് എന്താണോ ഇത്? താൻ എന്താ കാട്ടിക്കൂട്ടുന്നത്? യോഗം ഇത് എൻ, അതാണ് യോഗം ഇത് വെൻ. വാട്ട് കൈൻഡ് ഓഫ് എ യോഗ ഈസ് ദിസ്? ഈ ഞാനിനെ വേണ്ടേ നിങ്ങൾ പിടിക്കാൻ? ഈ അഹംബോധത്തെ നശിപ്പിക്കുന്നതിന് പകരം ഞാനിനെ വെച്ചുകൊണ്ട് ആ ഞാനിന്റെ തന്നെ അംശമായിരിക്കുന്ന ചിത്തവൃത്തികളെ പ്രാണന്റെ നിയന്ത്രണത്തിലൂടെ നിയന്ത്രിക്കാൻ നോക്കുന്നു, അടക്കാൻ നോക്കുന്നു. അഹംബോധമാണ് നശിക്കേണ്ടത്. ചിത്തവൃത്തികളെ നശിപ്പിക്കുന്നത് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ്, മനസ്സിന്റെ സങ്കല്പങ്ങളെയൊക്കെ നിരോധിക്കുക. പക്ഷെ ഈ ഞാനിനെ തേച്ച് മായ്ച്ച് കളയാതെ ഈ ഞാനിനെ യഥാർത്ഥ അത് സത്യമെന്ന പോലെ വിചാരിച്ച് ചെയ്യുന്ന സാധനകൾ എന്ത് ഫലം തരാനാണ്? ഇത് എന്ത് തരം യോഗമാണ് എന്നാണ് ചോദിക്കുന്നത്. മോക്ഷപ്രാപ്തിക്ക് അർഹമായ വിധത്തിൽ ജ്ഞാനാഭ്യാസം ചെയ്യാത്ത തപസ്വി വേഷധാരിയായി നീ അനുഷ്ഠിക്കുന്ന യോഗക്രിയകൾ നിന്റെ ഗുരുവിൽ നിന്ന് ലഭിച്ച ഉപദേശഫലമായ ഭ്രാന്താണോ? ഇതാണോ തൻ്റെ ഗുരുനാഥൻ പറഞ്ഞു തന്നത്? എന്നാൽ തന്നെപ്പോലെ ഭ്രാന്ത് അയാൾക്കും ഉണ്ട് എന്നർത്ഥം. അയാളുടെ ഭ്രാന്ത് തനിക്ക് പകർന്നു കിട്ടി, അത്രയോ. ഒരു തത്വദർശിയുടെ അടുത്തു നിന്നും ശാസ്ത്രീയമായ സത്യത്തെ നീ ശ്രവിച്ചുവോ? ഇല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കാണിച്ചുകൊണ്ടിരിക്കും. എന്താണ് നാം നേടേണ്ടത്? അതിനുള്ള മാർഗം എന്ത്? ഇതിനെക്കുറിച്ചൊരു വ്യക്തമായ ധാരണ വേണ്ടേ? എൻ്റെ ലക്ഷ്യസ്ഥാനത്തെക്കുറിച്ച് എനിക്ക് നിശ്ചയമില്ല, എങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നിശ്ചയമില്ല, ഏത് ബസ്സിലാണ് കയറി പോകേണ്ടത് എന്ന് നിശ്ചയമില്ല. ലക്ഷ്യം തന്നെ നിശ്ചയമില്ലാത്തവന് ബസ് എങ്ങനെ നിശ്ചയം വരും? പണ്ടൊരു KSRTC ബസ് സ്റ്റാൻഡിൽ അനൗൺസ് ചെയ്തു എന്നാണ്, എങ്ങാണ്ട് നിന്ന് വന്നവരൊക്കെ എങ്ങാണ്ടൊക്കെ പോകാൻ വേണ്ടി ഏതാണ്ടൊക്കെ ബസ്സിൽ കയറിയാൽ മതി. എങ്ങാണ്ട് നിന്ന് വന്നവര് എങ്ങാണ്ടൊക്കെ പോകാൻ വേണ്ടി ഏതാണ്ട് ബസ്സിൽ, ഏതെങ്കിലും ഒരു ബസ്സിൽ കയറി അങ്ങ് പോകാൻ. ലക്ഷ്യസ്ഥാനം ഇല്ലെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും ഒരു ബസ്സിൽ കയറും, എവിടെയെങ്കിലും ചെന്നിറങ്ങും. അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യത്തെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണയുണ്ടാവണം. എങ്ങനെയാണത് സാധിക്കേണ്ടത് എന്നുള്ളത് അതും ആചാര്യനിൽ നിന്ന് വേണ്ടവണ്ണം കേട്ടറിയണം. എന്നിട്ട് സാധന ചെയ്യണം, എന്നാലേ അത് ഫലപ്രദമാവൂ. ശാസ്ത്രത്തിൽ നിന്ന് ലഭിച്ച ഉപമാനഭ്രാന്താണോ എന്ന് പറഞ്ഞാൽ ചില ഉദാഹരണങ്ങളൊക്കെ അധ്യാത്മശാസ്ത്രത്തിൽ പറയുന്നുണ്ടല്ലോ. അപ്പൊ അതുപോലെയൊക്കെയാണ് ഈ ആത്മാവ് എന്ന് കരുതുന്നത്, അത് ഒരു തരം ഭ്രാന്താണ് എന്നാണ്. ഉദാഹരണങ്ങൾ വേണ്ടവണ്ണം മനസ്സിലാക്കാത്തത് കൊണ്ടുണ്ടായ ഭ്രാന്ത് ഉപമാന ഭ്രാന്താണോ, അതോ നിന്റെ ബുദ്ധിയുടെ വൈപരീത്യമോ?
ഇനി നിന്റെ ബുദ്ധി തലതിരിഞ്ഞ ബുദ്ധിയായതുകൊണ്ടാണോ നിനക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത്? നിന്റെ ബുദ്ധിയുടെ തകരാറാണോ? അതൊന്നുമല്ലെങ്കിൽ ബഹുജന്മങ്ങളിൽ നീ ആർജിച്ച പാകപ്രഭാവമാണോ? പല ജന്മങ്ങളായി ഈ തെറ്റിദ്ധാരണയ്ക്ക് വശംവദനായി നീ ജീവിച്ചു വന്നുവല്ലോ, അതിൻ്റെ സ്വാധീനമാണോ? എന്താണ് ഇവയ്ക്ക് കാരണം എന്നറിയുന്നില്ല എന്നാണ് പറയുന്നത്. എന്താണ് ഇവരുടെ ഈ ചെയ്തികളുടെ പുറകിലുള്ള കാരണം എന്നറിയില്ല. ആകാശം മറയ്ക്കുവാൻ നീ കരുതുന്ന പക്ഷം ആകാശത്തെ കാണുന്ന നിന്റെ കണ്ണുകൾ മറച്ചാൽ മതിയാകും എന്നിരിക്കെ ആകാശമാകെ മൂടി മറയ്ക്കുവാൻ തുണിയാണ് നീ അന്വേഷിക്കുന്നതെങ്കിൽ അതെത്ര മൗഢ്യം! കണ്ണടച്ച തീർന്നു. എത്ര വിശാലമോ ആയിക്കൊള്ളട്ടെ പ്രപഞ്ചം, കണ്ണടച്ചാൽ ബാഹ്യപ്രപഞ്ചം കാണപ്പെടില്ല. ഉള്ളിൽ വേറെ പ്രപഞ്ചം പ്രത്യക്ഷപ്പെടും, അത് വേറെ കാര്യം. അത് ഉള്ളിലുള്ള കണ്ണടയാണ്. ഉള്ളിലുള്ള കണ്ണാണ് മനസ്സ്. ഇത് പുറം കണ്ണാണ്. ഏത് മദ്രാസ് ഐ ഒക്കെ വരുമല്ലോ, നേത്ര രോഗങ്ങൾ വരുന്നത്, അത് കാറ്ററാക്ട് ബാധിക്കുന്നത്, അതാണ് പുറം കണ്ണ്. ആ പുറം കണ്ണാണ് ബാഹ്യലോകത്തെ കാണിച്ചു തരുന്നത്. അതടച്ചാൽ ബാഹ്യലോക ജ്ഞാനമില്ല. പക്ഷേ ഉള്ളിലുള്ള കണ്ണ് മനസ്സും കൂടെ അടങ്ങിയാൽ അകത്തും ദൃശ്യങ്ങളില്ല. പക്ഷെ അതിനെ ആരും അടയ്ക്കാൻ നോക്കുന്നില്ല. അതാണ് അകക്കണ്ണിനെ അടയ്ക്കണം എന്ന് പറഞ്ഞാൽ, മനസ്സാകുന്ന കണ്ണിനെ അടച്ചാൽ യഥാർത്ഥ അകക്കണ്ണായ ജ്ഞാനക്കണ്ണ് തുറക്കും. ഇപ്പൊ എത്ര കണ്ണായി? പുറത്തൊരു കണ്ണ്, അകത്ത് മനസ്സാകുന്ന കണ്ണ്, പിന്നെ ബോധക്കണ്ണ്. മനസ്സാകുന്ന കണ്ണടഞ്ഞാൽ ബോധമാകുന്ന കണ്ണ് തുറക്കും. മനസ്സാകുന്ന കണ്ണ് തുറന്നാൽ ബോധമാകുന്ന കണ്ണ് അടയും. മനസ്സുള്ള ഇടത്ത് ബോധാനുഭവമില്ല, ബോധമുള്ളിടത്ത് മനസ്സിന്റെ അനുഭവമില്ല. രണ്ടും കൂടെ ചേർന്ന് നിൽക്കില്ല. അതുപോലെ പഞ്ചഭൂതാദി തത്വം ഒഴിക്കാൻ തുടങ്ങുന്ന നീ, പഞ്ചഭൂതങ്ങളെയൊക്കെ ഇല്ലാതാക്കണം, അതിൻ്റെ അനുഭവം തനിക്കുണ്ടാകാതെ ഇരിക്കണം എന്ന് വിചാരിക്കുന്ന നീ, അതിൻ്റെ പ്രേരകമായ ജീവബോധത്തെ ജീവനുള്ളിലുള്ള അരുളിൽ പുതയ്ക്കാതെ, അരുളെന്ന് പറഞ്ഞാൽ അറിവ്, ആത്മാനുഭവം എന്നർത്ഥം. ആത്മാനുഭവത്തിൽ വേണം നിന്റെ അഹംബോധത്തെ നീ ലയിപ്പിക്കാൻ. അല്ലാതെ ഞാനിൻ്റെ മുമ്പിൽ പ്രകാശിക്കുന്നവയൊക്കെ ലയിപ്പിച്ചത് കൊണ്ട് ഈ ഞാൻ ലയിക്കില്ല. അതിനെക്കുറിച്ച് ഇനിയും വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അരുളിൽ വേണം പുതയ്ക്കാൻ. പുതയ്ക്കുക എന്ന് പറഞ്ഞാൽ കുഴിയെടുത്ത് മൂടുക എന്നാണ് അർത്ഥം. പുതപ്പ് കൊണ്ട് പുതയ്ക്കുക എന്നല്ല. പുതയൽ എന്നൊക്കെ തമിഴിൽ പറഞ്ഞാൽ നിധി, മണ്ണിന്റെ അടിയിലുള്ള നിധിയാണ് പുതയൽ എന്ന് പറഞ്ഞത്. കുഴിച്ചു മൂടുക എന്നർത്ഥം. ജീവനുള്ളിലുള്ള അരുളിൽ പുതയ്ക്കാതെ നിന്റെ ഉള്ളിൽ പ്രാണവായുവെ നിറച്ചും ഒഴിച്ചും. എന്ത് പ്രാണായാമം? ഞാൻ പരിഹസിക്കുകയാണെന്ന് ദയവായിട്ട് വിചാരിക്കരുത് കേട്ടോ. പ്രാണായാമമൊക്കെ നമ്മുടെ ആചാര്യന്മാരും ഒക്കെ പറഞ്ഞു തന്നെയാണ്, പറഞ്ഞിട്ടുള്ളതാണ്, നിർദ്ദേശിക്കപ്പെട്ട മാർഗമാണ്. പക്ഷേ ഈ ജഡമായ പ്രാണനെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് നിർത്തി, അകത്ത് നിർത്തി പുറത്തേക്ക് വിട്ടതുകൊണ്ട് ഉള്ളിലുള്ള ആത്മാവ് എങ്ങനെ തെളിയും? അത് അറിവുകൊണ്ട് നേടേണ്ടതല്ലേ? അല്ല, അറിവിന് ഈ പ്രാണായാമം സഹായിക്കുമല്ലോ, ചിത്തവൃത്തികളെ ഉപശമിപ്പിക്കാൻ സഹായിക്കും. പക്ഷെ അന്തിമമായി ഈ അഹംബോധത്തെ എങ്ങനെ നീക്കും? ഇതാണ് ചോദ്യം. ഈ ഞാൻ എന്നുള്ള ഭാവത്തെ നിങ്ങൾ എങ്ങനെ ഇല്ലാതെയാക്കും? അതിൻ്റെ മിഥ്യാത്വം അറിയുക. അത് ബോധത്തിന്റെ തന്നെ ഒരു പ്രകടനമാണ് എന്നുള്ള അറിവിലാണ് ഈ ഞാൻ ഒടുങ്ങേണ്ടത്. അത് പ്രാണായാമം കൊണ്ട് അപ്രത്യക്ഷമാവില്ല. പ്രാണായാമം കൊണ്ട് ചിത്തവൃത്തികൾ അടങ്ങും. ചിത്തവൃത്തികളുടെ മൂലമായ അഹംവൃത്തി, അഹംബോധം, അതിന് നിങ്ങൾ എന്ത് ചെയ്യും? എവിടെ കൊണ്ട് കളയും? അതുകൊണ്ടാണ് അരുൾബോധത്തിൽ പുതയ്ക്കണം എന്ന് പറഞ്ഞത്. ഉള്ളിൽ പ്രാണവായുവെ നിറച്ചും ഒഴിച്ചും ആ വായുവോട് കാട്ടുന്ന സാഹസമായ യോഗം കൊണ്ട് നിനക്ക് എന്താണ് ലഭിക്കാൻ പോകുന്നതെന്ന് ഞാൻ അറിയുന്നതേയില്ല. എന്താണ് ഈ പ്രാണായാമം കൊണ്ട് കിട്ടുന്നത്? 2 ദിവസത്തിന് മുമ്പ് ഒരു യോഗ ടീച്ചറെ പരിചയപ്പെടാനിടയായി. യോഗ ഇൻസ്ട്രക്ടർ ആസനം, പ്രാണായാമം ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവർ പറയുന്നത് എൻ്റെ മനസ്സാകെ അസ്വസ്ഥമാണ്. പ്രത്യക്ഷമായി ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ആണ്. സെക്കൻഡ് ഹാൻഡ് ഇൻഫർമേഷൻ വേറെ ആരെങ്കിലും പറഞ്ഞതല്ല. ഞാൻ റെസ്റ്റ്ലെസ് ആണ് എന്നാണ്. അതെന്താ അത് റെസ്റ്റ്ലെസ് ആവാൻ? റെസ്റ്റോടുകൂടി ഇരുന്നാൽ എന്താ? അല്ല, അത് ഫാമിലിയിൽ ഒരുപാട് പ്രോബ്ലം ഉണ്ട്. ഇത് തന്നെയാണ്. ഒന്നുകിൽ ഫാമിലി പ്രോബ്ലം, അല്ലെങ്കിൽ നാട്ടിൽ പ്രോബ്ലം, ഇല്ലെങ്കിൽ രാഷ്ട്രത്തിൽ പ്രോബ്ലം. ഇനി ഒരു പ്രോബ്ലം ഇല്ലെങ്കിൽ അമേരിക്കയിൽ ഓഹരി വിപണി ഇടിഞ്ഞു, തീർന്നു, നമ്മൾ ഇടിഞ്ഞു. ഇവിടെ അമേരിക്കയിൽ ഓഹരി വിപണി ഇടിഞ്ഞാൽ അതിന്റെ പ്രത്യാഘാതം ഇന്ത്യൻ വിപണിയിൽ കാണുമല്ലോ. അപ്പൊ നമ്മൾ നിക്ഷേപിച്ചിരിക്കുന്ന, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ആ ഓഹരികളുടെ ഒക്കെ വില കുറയും. അയ്യോ നഷ്ടം. 10 നിക്ഷേപിച്ചാൽ 8 കിട്ടും, അത്രയെങ്കിലും കിട്ടുമോ എന്നായി. അവിടുത്തെ ഇടിവ് ഇവിടെ നമ്മുടെ മനസ്സിന്റെ ഇടിവിന് കാരണമായി തീരും. ഇതിലൊക്കെയാണോ നമ്മുടെ ജീവിതം?
നമ്മുടെ കയ്യിൽ 10 പൈസ ഇല്ലെങ്കിലും നമ്മളൊക്കെ ജീവിക്കും. 10 പൈസ ഇല്ലെങ്കിലും ജീവിക്കും. ഞാൻ ഉറപ്പ് തരുന്നു. നിങ്ങളുടെ കയ്യിലുള്ളത് മുഴുവൻ നഷ്ടമായി എന്ന് വിചാരിക്കുക. എല്ലാ ധനവും നഷ്ടപ്പെട്ടു, ഒന്നുമില്ല നമ്മുടെ കയ്യിൽ. ഭിക്ഷാന്തേഹി അങ്ങനെ നടക്കുകയാണ്. എന്നാലും ജീവിക്കും. ഒരു കണ്ടീഷനുണ്ട്, യോഗമുണ്ടെങ്കിൽ. ഇനി കാശൊക്കെ കൂട്ടി വെച്ചത് കൊണ്ടും അത് നമുക്ക് അനുഭവിക്കാനും ഒരു യോഗം വേണം. അല്ലെങ്കിൽ വല്ലവനും കൊണ്ടുപോകും, അല്ലെങ്കിൽ കുട്ടികളെ ധൂർത്തടിച്ച് നശിപ്പിക്കും. ഇതൊക്കെ നമ്മുടെ ഒരു ആഗ്രഹമാണ്. ഏത്? നമ്മുടെ ധനം നമ്മുടെ കുട്ടികൾക്കായി നമ്മൾ സ്വരൂപിച്ച് വെക്കുന്നു. നമ്മുടെ കാലം കഴിഞ്ഞാലും അവർ സുഖമായിട്ടിരിക്കണം. ഒരു ഏത് മാതാപിതാക്കളുടെയും ആ മനസ്സിന്റെ നന്മയാണത്. നമ്മൾ അതിനെ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ അത് അനുഭവിക്കാനുള്ള യോഗം ആ കുട്ടികൾക്ക് വേണ്ടേ? ഓരോരുത്തർക്കും ഓരോന്നിലാണ് ഭയം എന്നാണ്. ഭോഗേ രോഗഭയം, ബലേ ച്യുതിഭയം, കുലേ ച്യുതിഭയം, വിത്തേ നൃപാലാദ് ഭയം. ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോന്നിലാണ്. ഭോഗം, സുഖഭോഗങ്ങൾ അനുഭവിക്കാമെന്ന് വിചാരിച്ച് പോയാൽ ശരീരത്തിന് കാലം അസുഖം വരുമോ? അസുഖം വന്നാൽ ഞാൻ ഈ ഭോഗങ്ങളൊക്കെ എങ്ങനെയാ അനുഭവിക്കുക? അപ്പൊ ഭോഗം അനുഭവിക്കുന്ന കാര്യത്തിൽ രോഗത്തെ ഭയം, കുലേ ച്യുതിഭയം. ഒരു ഉന്നത കുലത്തിൽ ജനിച്ചാൽ ഈ കുലത്തെ മുടിക്കുന്ന ഏതെങ്കിലും സന്താനങ്ങൾ നമുക്ക് ജനിക്കുവോ? അവൻ കാരണം നമ്മുടെ കുലത്തിന് ഒരു ദുഷ്പേരുണ്ടാവുമോ? അതിനെക്കുറിച്ചായി ഭയം. അഭിമാനം. വാദേ വാദിഭയം, ബലേ രിപുഭയം, കായേ കൃതാന്താത് ഭയം. നല്ല തർക്കശാസ്ത്രമൊക്കെ പഠിച്ച വാദം ചെയ്യാൻ സാമർഥ്യമുള്ള ഒരാളാണെങ്കിൽ അയാളുടെ ഉള്ളിൽ എപ്പോഴും ഒരു പേടിയുണ്ടാവും. തന്നെ കടത്തിവെട്ടുന്ന ഒരു പണ്ഡിതൻ തന്നെ പരാജയപ്പെടുത്തുമോ? അപ്പോൾ അയാൾക്ക് എപ്പോഴും ഉള്ളിലൊരു ഭീതിയാണ്. എന്തോന്ന് US ചാമ്പ്യൻ വിംബിൾഡൺ, കഴിഞ്ഞ ചാമ്പ്യനെ ഇപ്പൊ വന്ന ചാമ്പ്യൻ തകർത്തു, ഇയാള് വേൾഡ് നമ്പർ 1 ആയി എന്നൊക്കെ പറയുന്നില്ലേ? ഈ കളിക്കുന്നവന്റെ ഒക്കെ ഉള്ളിൽ പേടിയാണ്. നമ്മളൊക്കെ കളിക്കുന്നത് രസത്തിന് വേണ്ടിയല്ലേ? പക്ഷെ ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ഇന്റർനാഷണൽ സ്പോർട്സ് ശത്രുക്കളെ പോലെയാണ് അവർ കളിക്കളത്തിൽ പെരുമാറുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും അല്ല, ഏത് രാജ്യക്കാരനും അതൊക്കെ തന്നെ. തകർക്കുക, അതായത് കളിക്കളത്തിൽ ഒരു 11 പേരടങ്ങുന്ന ടീം വേറൊരു ടീമിനെ പരാജയപ്പെടുത്തിയാൽ ഈ രാജ്യക്കാരൻ ആ രാജ്യക്കാരനെ യുദ്ധത്തിൽ ജയിച്ചതുപോലെയുള്ള ഒരു വിചാരമാണ്. കളിയല്ലേ ഇത്? 11 പേര് കഴിഞ്ഞ വർഷം അവർ ജയിച്ചു, ഈ വർഷം നമ്മൾ ജയിച്ചു. അതിനെന്താ? അതിലൊരു യുദ്ധത്തിന്റെ സീരിയസ്നെസ്സും. അത് കാണുന്ന ആൾക്കാരോ രാത്രി 12:30 1 മണി വരെ ആരാ ജയിക്കുന്നത്? നമ്മൾ ഉദ്ദേശിക്കുന്ന ടീം ജയിച്ചാൽ ഹേ ഉടനെ പടക്കം പൊട്ടിക്കലും ഒക്കെ ആയി. അല്ലെങ്കിൽ അനക്കമില്ല, ചത്തതുപോലെ. എന്തിന് ഈ മാത്സര്യം? എന്തിന് മത്സരം എന്ന് നമ്മൾ വെക്കുന്നത്? നമ്മുടെ മനസ്സിന് വിനോദത്തിന് വേണ്ടിയാണ്. മനസ്സിന് വിനോദം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അതിൽ സീരിയസ്നെസ് പാടില്ല. ഒരു മത്സരവും വഴക്കിൽ കലാശിക്കരുത്, അടിപിടിയിൽ കലാശിക്കരുത്. കളിക്കുന്നു, 2 പേർക്കും രസം. ഏതെങ്കിലും ഒരു ടീം ജയിക്കും, മറ്റേ ടീം തോക്കും. ഉടനെ ഈ തോറ്റവൻ ജയിച്ചവനെ അടിക്കുക, ജയിച്ചവൻ തോറ്റവനെ നോക്കി കൊഞ്ഞനം കുത്തുക. ഇതൊക്കെ എന്ത് ഏർപ്പാടത്? അപ്പൊ അവിടെ വൈരനിര്യാതന ബുദ്ധി എന്ന് പറഞ്ഞാൽ ശത്രുവിനെ തകർക്കണം. അത് കളിയിലൂടെ ആണെങ്കിൽ പോലും ഈ മാത്സര്യ ബുദ്ധി മനുഷ്യ മനസ്സിൽ നിന്ന് പോകണം എന്നാണ്. അപ്പോ വിചാരശേഷിയുള്ള മൂഢനാണ്. ഈ യോഗം എന്താണ്? എന്ത് തരം യോഗമാണിത് ഈ യോഗിമാർ അനുഷ്ഠിക്കുന്നത് എന്ന് ഞങ്ങൾക്കറിയില്ല. ഇത് ഒരു സത്യദർശിയുടെ വാക്കാണ്. 100ാമത്തെ പദ്യം വായിക്കാം. നിങ്ങളുടെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ എത്രാമത്തെയാണ്? ഇതിൽ ആദ്യം മുതൽ 1, 2, 3 ക്രമമായി നമ്പർ ഇട്ടതുകൊണ്ട് നമ്മൾ സെഞ്ചുറി അടിക്കാൻ പോവുകയാണ്. വാലേ മുഖമായി വര ആനയേറിനാൻ പോലെ ഉൻബോധമോ പോയി തീണ്ടും ശാല പെരും ശിരിപ്പാം തന്നെ പിടിത്താട്ടും പേயை തെരിഞ്ചിരിക്ക തേടും ശയൽ. വാലേ മുഖമായി വര ആനയേറിനാൻ പോലെ. ഏതാണ്ടൊക്കെ കാണുമല്ലോ. വാല് മുഖമായി വരുന്ന രീതിയിൽ എന്ന് പറഞ്ഞാൽ വാല് അഭിമുഖമായി വരുന്ന രീതിയിൽ ഒരാൾ ആനപ്പുറത്ത് കയറി എന്ന് വിചാരിക്കുക. എന്ന് പറഞ്ഞാൽ സാധാരണ പാപ്പാൻ ആനപ്പുറത്ത് കയറുന്നത് എങ്ങനെയാ? മുമ്പിൽ കൂടെയാണ് കയറുന്നത്. അതിങ്ങനെ തല കുമ്പിട്ട് കൊടുക്കും, കാലിങ്ങനെ ആനയുടെ കാലിൽ ചവിട്ടിയാണ് അതിന്റെ മസ്തകത്തിൽ കയറുന്നത്. മുമ്പിലൂടെയാണ് പാപ്പാൻ ആനപ്പുറത്ത് കയറുന്നത്. ഇതേതുപോലെ എന്ന് പറഞ്ഞാൽ ആനയെ തിരിച്ചു നിർത്തി അതിന്റെ പൃഷ്ഠഭാഗം നമുക്ക് അഭിമുഖമായി വരുന്ന രീതിയിൽ അതിനെ നിർത്തിയിട്ട് വാലി പിടിച്ചോണ്ട് ഒരാൾ മോളിൽ കയറുന്നു. യോഗിമാരുടെ കാര്യം അവർ നേരായിട്ടുള്ള മാർഗം കിടക്കുമ്പോ, വിചാരമാർഗം കിടക്കുമ്പോ ആനയുടെ പുറകിൽ കൂടെ വാലി തൂങ്ങി അതിന്റെ പുറത്ത് കയറുന്നത് പോലെയാണ്. വാലേ മുഖമായി വര
ആനയേറിനാൻ പോലെ, ആനപ്പുറത്ത് കയറാൻ ശ്രമിക്കുന്ന പാപ്പാനെ പോലെ അങ്ങനെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ. എന്തിനാ ആനപ്പുറത്ത് കയറുന്നത്? ലക്ഷ്യസ്ഥാനത്തെത്താൻ. അതുപോലെ ഉൻബോധമോ പോയി തീണ്ടും. ഉൻബോധം എന്ന് പറഞ്ഞാൽ നിന്റെ ഉള്ളിലെ ജീവബോധം, ഞാനെന്നുള്ള ഭാവം, അതാണോ ആ സത്യത്തെ സാക്ഷാത്കരിക്കാൻ പോകുന്നത്? ഈ ഞാനിനെ വെച്ചുകൊണ്ട് അതിനെ എങ്ങനെ സാക്ഷാത്കരിക്കാൻ പറ്റും? പരിഹാസ ചോദ്യമാണ്. ഈ ഞാനിനെ വെച്ചുകൊണ്ടാണല്ലോ തന്റെ ഈ സാധനയും യോഗാനുഷ്ഠാനവും ഒക്കെ. ഇതിന് ആ അനന്തമായ സത്യത്തെ അറിയാൻ പറ്റുമോ? ഉൻബോധമോ പോയി തീണ്ടും. തീണ്ടുക എന്ന് പറഞ്ഞാൽ അതിനെ സ്പർശിക്കുക. നമ്മുടെ ഉള്ളിൽ ഈ ജീവഭാവം ഉള്ളിടത്തോളം കാലം ആ സത്യം എന്നും വിദൂരത്തിലായിരിക്കും. അതിന്റെ അടുത്ത് പോലും നമുക്ക് പോകാൻ പറ്റില്ല. തീണ്ടുക എന്ന് പറഞ്ഞാൽ സമീപിക്കുക എന്നാണ്. തീണ്ടൽ, തൊടിയിൽ എന്നുള്ള വാക്കൊക്കെ മലയാളത്തിൽ വന്നത് അങ്ങനെയാണ്. തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളോ. അയിത്തം എന്നൊക്കെ പണ്ടുണ്ടായിരുന്നല്ലോ. ചിലരെ കണ്ടാൽ തന്നെ ഉന്നത ജാതിക്കാർ വരും. ഉന്നത ജാതിക്കാരെന്ന് പറഞ്ഞൊന്നും ഇല്ല. കുറെ പേര് സ്വയം ഉന്നത ജാതിക്കാരെന്ന് പറഞ്ഞു. അവര് ബാക്കിയുള്ളവരെ കൊച്ചാക്കി. അവർക്കും സ്വയം താൻ താഴ്ന്ന ജാതിക്കാരനാണ് എന്ന് തോന്നി. അല്ലാതെ ഈ ജാതിയിൽ എന്തോന്ന്, എല്ലാവരുടെയും ശരീരത്തിൽ കൂടെ ഓടുന്നത് ചുവന്ന രക്തമാണ്. നീലയും പച്ചയും മഞ്ഞയും രക്തമൊന്നുമില്ല. എല്ലാറ്റിലും ഉണ്ട് മജ്ജയും മാംസവും അസ്ഥികളും, വയറിനകത്ത് മലവും മൂത്രവും. പിന്നെ എവിടം കൊണ്ടാണ് ഈ ഉയർച്ചയും താഴ്ചയും മേന്മയും മോശവും എന്ന് പറയുന്നത്? മനസ്സിലാണ് ഈ ഭേദചിന്ത. അപ്പോ ഉൻബോധമോ പോയി തീണ്ടും. അതായത് ആനയുടെ വാലിനെ അഭിമുഖമായി വെച്ചിട്ട് ആനപ്പുറത്ത് കയറി അതിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന പാപ്പാനെ പോലെ മനസ്സുമായിട്ട് നേരിട്ട് അതിനെ അഭിമുഖീകരിച്ച് അതിന്റെ മിഥ്യാത്വം മനസ്സിലാക്കണം. അല്ലാതെ ആനയുടെ പുറകേന്ന് പോയി അതിന്റെ പുറത്ത് കയറി അതിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ് കൃത്രിമമായ മാർഗങ്ങളിലൂടെ ആത്മസാക്ഷാത്കാരം നേടാൻ ശ്രമിക്കുന്നവർ, അല്ലെങ്കിൽ അഹങ്കാരത്തെ ലയിപ്പിക്കാൻ ശ്രമിക്കുന്നവർ, നശിപ്പിക്കാൻ ശ്രമിക്കുന്നവർ. ഉൻബോധമോ പോയി തീണ്ടും. നിന്റെ ഞാൻ ബോധം ആ ആത്മാവിനെ തീണ്ടുമോ? സമീപിക്കാൻ പോലും സാധ്യമല്ലല്ലോ ഈ ഞാനിന് ആ സത്യത്തെ. ശാല പെരും ശിരിപ്പാം. ഈ മാർഗങ്ങളിലൂടെ ആത്മാവിനെ സാക്ഷാത്കരിക്കാം എന്ന് വിചാരിച്ച് ഓരോരോ സാധനകൾ അനുഷ്ഠിക്കുന്നുണ്ടല്ലോ. ആ പ്രവൃത്തികളൊക്കെ ജ്ഞാനികളുടെ ഉള്ളിൽ വലിയ ചിരി ഉണ്ടാക്കും, ചിരി ഉണർത്തും. ഒന്നാം തരം കൊമേഡിയൻസായി മാറും നമ്മൾ ജ്ഞാനികളുടെ മുമ്പിൽ. പരിഹസിക്കുമെന്നല്ല അതിൻ്റെ അർത്ഥം. കഷ്ടം. നേരായ മാർഗം കിടക്കുമ്പോൾ ഈ വളഞ്ഞ വഴിയിൽ കൂടെ പോയി കുണ്ടിലും കുഴിയിലും ചെന്ന് ചാടി പരിക്കും പറ്റി. എന്തിനത്? ഒന്നാം തരം രാജവീതിയുണ്ടല്ലോ, അതിലൂടെ പോവാമല്ലോ. ടാറിട്ട റോഡ് കിടക്കുമ്പോൾ ചെമ്മണ്ണിട്ട റോഡിലൂടെ യാത്ര വേണോ? മൂക്കിലും കണ്ണിലും ഒക്കെ പൊടിയും കയറി. എന്തിനാ? അതിൻ്റെ ആവശ്യം എന്ത്? വിചാരം ചെയ്ത്. അല്ല, വിചാരം ചെയ്യാൻ ശേഷിയില്ലാത്തവരോ? വിചാരം ചെയ്യാൻ ശേഷിയില്ലാത്തവർ ശേഷി ഉണ്ടാക്കണം, എന്നിട്ട് വിചാരം ചെയ്യണം. അതാണ് വേണ്ടത്. അല്ലാതെ എനിക്കിതൊന്നും പറ്റില്ല, തത്വവിചാരം അതൊന്നും പറ്റില്ല, പിന്നെന്തോ എന്ത് വിചാരം പറ്റും? പത്രവിചാരം പറ്റുമോ? തനിക്ക് കഴിവില്ലെങ്കിൽ ആ കഴിവ് ആർജിക്കണം, വിരക്തി വളർത്തിയെടുക്കൂ, ശ്രവണം കൂടുതൽ ചെയ്യൂ. അപ്പോൾ ആ മനസ്സിന് വിചാരം ചെയ്യാനുള്ള കഴിവുണ്ടാകും. അങ്ങനെ വിചാരത്തിലൂടെ മുമ്പോട്ട് പോകും. അല്ലാതെ ഞാൻ ദുർബലനാണ്, ഞാൻ അശക്തനാണ്, എന്നെ കൊണ്ട് പറ്റുന്നതല്ലേ ചെയ്യാൻ പറ്റൂ, അതൊക്കെ സ്വയം തരം താഴ്ത്തലാണ്. അങ്ങനെ ഒരിക്കലും നമ്മെ തരം താഴ്ത്തി അധപ്പതിപ്പിക്കരുത്. ഉദ്ധരേത് ആത്മനാത്മാനം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ജ്ഞാനികളുടെ ഉള്ളിൽ വലിയ ചിരി ഉണർത്തും എന്നാണ്. ചിലപ്പോൾ അവർക്ക് ചിരിച്ച് സഹിക്കാൻ പറ്റാതാവും ഇവരുടെ ഈ കോപ്രായങ്ങൾ കണ്ടിട്ട്. എന്തൊക്കെയാണ് കാട്ടുന്നത്, എന്തൊക്കെയാണ് സാധനയുടെ പേരിൽ. പഞ്ചാഗ്നി മധ്യ തപസ്. ഏതെങ്കിലും ദൈവമോ ശാസ്ത്രമോ പറഞ്ഞിട്ടുണ്ടോ? 4 വശത്തും തീ കൂട്ടി, മുകളിൽ സൂര്യൻ, വെയിൽ, ഇതാണ് 5 അഗ്നി. 4 ഭാഗത്തും തീ, മുകളിൽ നിന്ന് തീ എന്ന് പറയുന്നത് വെയിൽ. ഇങ്ങനെ 5 അഗ്നികളുടെ മധ്യത്തിൽ തപസ്. കഠിനമായ തണുപ്പുള്ള ഋതുവിൽ, നല്ല മഞ്ഞുകാലത്ത് കഴുത്തൊപ്പം വെള്ളത്തിൽ അതിരാവിലെ 3:30. എന്ത് കിട്ടാനാണോ എന്തോ. വിറച്ച് ചാവും, ഇല്ലെങ്കിൽ പനി പിടിക്കും. അല്ല, അങ്ങനെ ഒക്കെ ചെയ്യുന്ന യോഗിമാരുണ്ട്. തനിക്കും ചെയ്യണോ? താനും പോയി നെല്ല്, ആശുപത്രിയിലാവും. ഇത്രയേ ഉള്ളൂ. തന്നെ കൊണ്ട് പറ്റുന്നതല്ലേ താൻ ചെയ്യാവൂ. അവൻ ചെയ്യുന്നു ഇവൻ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് ഞാൻ ചെയ്താൽ ശരിയാവൂ. അപ്പോൾ ബാക്കിയുള്ളവർക്ക്, ജ്ഞാനികൾക്ക് ഇവരുടെ ഈ കൃത്രിമമായ സാധനകളൊക്കെ ചിരിയുണ്ടാക്കും. അത് ഏതുപോലെയാണ് ഈ ജ്ഞാനികളുടെ സാധന, അല്ല അജ്ഞാനികളുടെ സാധന
തന്നെ പിടിത്താട്ടും പേയെ തെരിഞ്ചിരിക്ക. ഒരാളെ ഒരു ബാധ പിടിച്ചു, ഏതോ ഒരു ദുർഭൂതമോ പ്രേതമോ ഒരാളിൽ ആവേശിച്ചു. അപ്പൊ തന്നെ ഇന്ന പ്രേതമാണ് പിടികൂടിയിരിക്കുന്നത് എന്ന് ആ വ്യക്തിക്ക് അറിയാം. എന്നിട്ട് അയാൾ എന്താ ചെയ്യുന്നത്? ആ പ്രേതം എന്താണെന്ന് പറഞ്ഞ് തേടിക്കൊണ്ട് അന്വേഷിച്ചുകൊണ്ട് നടക്കുന്നു. ഇതെത്ര വിഡ്ഢിത്തം! തനിക്കറിയാം തന്നെ ഏത് ബാധയാണ് പിടികൂടിയിരിക്കുന്നത് എന്നുള്ളത്. അതിനെ എങ്ങനെ അകറ്റണം എന്നുള്ള മാർഗം അന്വേഷിക്കുന്നതിന് പകരം ഇത് എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അതിനെ അന്വേഷിക്കുന്നത് പോലെ അപഹാസ്യമാണ് ഈ അജ്ഞാനികളുടെ പ്രവൃത്തികൾ. നിന്നിൽ നിന്ന് അന്യമായ ഒരാത്മാവിനെ അറിയാനുള്ള നിന്റെ ശ്രമം പൊട്ടിച്ചിരിക്ക് വക നൽകുന്നു. നീ എന്തിനെയാണ് സാക്ഷാത്കരിക്കാൻ ശ്രമിക്കുന്നത്? ആത്മാവിനെ. എന്താണ് ആത്മാവ്? അത് ഞാൻ അറിയേണ്ട ഒന്ന് പോയി, അറിയേണ്ട ഒന്നല്ല, അറിയുന്ന നിന്റെ സ്വരൂപമാണ്. അതിനെ തന്നിൽ നിന്ന് അന്യമാണെന്ന് കരുതരുത്. അങ്ങനെ ഒരു മുൻവിധിയോടുകൂടെ ആത്മാവിനെ സമീപിച്ചാൽ അത് കിട്ടില്ല. അത് ഞാൻ തന്നെയാണ്, എൻ്റെ തന്നെ അധിഷ്ഠാനമാണ് എന്നുള്ള ഭാവത്തിൽ വേണം അതിനെ സമീപിക്കാൻ. ആനക്കാരൻ ആനയുടെ വാലിന് അഭിമുഖമായിരുന്ന് അതിനെ നടത്തിയാൽ ഉദ്ദേശിച്ച ലക്ഷ്യത്തിൽ ആനയെ എത്തിക്കുവാൻ സാധ്യമാണോ? അതുപോലെ നിന്റെ ജീവബോധത്താൽ ബ്രഹ്മലക്ഷ്യം പ്രാപ്യമാണോ? പ്രാപ്യമല്ല എന്നർത്ഥം. അതാണ് ആ ചോദ്യത്തിന്റെ അർത്ഥം. തൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ആട്ടുന്ന പേയെ, പേ എന്ന് പറഞ്ഞാൽ ഭൂതം, പ്രേതം, ബാധ എന്നൊക്കെ പറയുമല്ലോ. തന്നെ ആട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ നിയന്ത്രിക്കുന്ന, തന്നെ സ്വാധീനിക്കുന്ന, അതിൻ്റെ നിയന്ത്രണത്തിലാണ് താൻ. അങ്ങനെയുള്ള ഒരു ദുർഭൂതത്തെ ഒരുവൻ അന്യത്ര അന്വേഷിച്ച് തിരഞ്ഞാൽ അതിനെ കണ്ടുകൂടുക സാധ്യമല്ലല്ലോ. അത് തൻ്റെ ഉള്ളിലാണ്, തന്നെയാണ് അത് നിയന്ത്രിക്കുന്നത്. അതിനെ പുറത്തന്വേഷിച്ച് നടന്നാൽ എങ്ങനെ കിട്ടും? തന്നെ ബാധിച്ചിരിക്കുന്ന ബാധ അല്ലെങ്കിൽ പ്രേതം തൻ്റെ ഉള്ളിലാണ്. ഇതുപോലെ ഞാനാണ് എന്നെ അറിയാനുള്ള ഏറ്റവും വലിയ തടസ്സം. എന്താണ്? ഈ ഞാൻ ബോധമാണ് എൻ്റെ സ്വരൂപത്തെ സാക്ഷാത്കരിക്കാനുള്ള ഏറ്റവും വലിയ തടസ്സം. അത് മനസ്സിലാക്കി ഈ അഹംബോധത്തെ ഇല്ലാതാക്കുന്നതിന് പകരം ഇതിനെ വെച്ചുകൊണ്ട് വേറെ എന്തെങ്കിലും സാധനങ്ങൾ ചെയ്തതുകൊണ്ട് ഈ അഹംബാധ, അഹംബോധമാകുന്ന ബാധ എങ്ങനെ ഇല്ലാതെയാവും? ഞാനാണ് ഉള്ളിൽ നിന്ന് പോകേണ്ടത്. ഏത്? ഈ വ്യക്തിബോധം. എന്ന് മാത്രമല്ല അത് വിജ്ഞന്മാർക്ക് അപഹാസ്യവുമാണ്. തന്നെ വിട്ടിട്ട് തൻ്റെ ഉള്ളിലെ ഞാനെന്നുള്ള ആ അഹങ്കാരത്തെ നശിപ്പിക്കാതെ വേറെ എന്തെങ്കിലുമൊക്കെ ചിത്തവൃത്തികളെ നിരോധിക്കുക, അല്ലെങ്കിൽ വേറെന്തെങ്കിലുമൊക്കെ ചെയ്യുക, ഈ ഞാനിൻ്റെ ഭാഗത്തെ ശ്രദ്ധിക്കുന്നേയില്ല. അങ്ങനെയുള്ള പ്രവൃത്തികൾ ജ്ഞാനികൾക്ക് ചിരി ഉണർത്തും. ജ്ഞാനികളിൽ നേരെ മറിച്ച് ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്നും തൻ്റെ ജീവബോധത്തെ പിൻവലിച്ച് ശ്രദ്ധയെ ഉള്ളിൽ നിർത്തി ലക്ഷ്യം ആരായുകയല്ലേ വേണ്ടത്? തൻ്റെ അധിഷ്ഠാനത്തെ കണ്ടെത്താൻ ഉള്ളിലേക്ക് തിരിയണം. ഈ ഞാനിൻ്റെ സ്വാധീനത്തെ കുറച്ചു കൊണ്ടുവരണം. ഈ ഞാനാകുന്ന പിശാചിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടണം. എന്ന് പറഞ്ഞാൽ ആ അഹംബോധം, അതിൻ്റെ ശക്തി കുറഞ്ഞു കുറഞ്ഞു വരണം. ആകയാൽ തർബോധത്താൽ എന്ന് പറഞ്ഞാൽ ഞാൻ എന്നുള്ള ബോധം, ജീവബോധം, അതിനെ വെച്ചുകൊണ്ട് ആത്മാവ് ലഭ്യമല്ലെന്ന് ഈ പദ്യത്തിൽ എടുത്തു കാട്ടിയിരിക്കുന്നു. അരുൾബോധം മുന്നിലാക്കണമെന്ന് താത്പര്യം. അരുൾബോധത്തെ നമ്മൾ തിരിച്ചു നിർത്തിയിരിക്കുകയാണ്. ആനയെ തിരിച്ചു നിർത്തിയിരിക്കുന്ന പോലെ ആനയുടെ മുൻഭാഗം നമുക്ക് അഭിമുഖമാകണം, ആനയെ ഇങ്ങോട്ട് തിരിക്കണം എന്ന് പറഞ്ഞതുപോലെ അരുളിന് അഭിമുഖമായിട്ട് വരണം. അരുളിൻ്റെ പുറകിൽ ചെന്ന് നിന്നുകൊണ്ട് അരുളിനെ സാക്ഷാത്കരിക്കാൻ, ആത്മാവിനെ സാക്ഷാത്കരിക്കാൻ സാധ്യമല്ല. ഇനിയുള്ള പദ്യങ്ങൾ നമുക്ക് വരുന്ന ബുധനാഴ്ച വായിക്കാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.